ഒരു മൂവ്മെന്റ് ആണ്. ഇപ്പൊ ഏകദേശം $2,000 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന്. $1,000 ഇത് ഞാൻ ഹലോ, ഗുഡ് ടു ഹലോ ഹിയർ. ഞാൻ ഇതിനകത്ത് ഫസ്റ്റ് ടൈം ആണ് ജോയിൻ ചെയ്യുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോ ഇത് എങ്ങനെ ലൈക്ക് എല്ലാ പേയേഴ്സിലും ലൈക്ക് കറൻസീസിലും അതേപോലെ തന്നെ കമോഡിറ്റീസിലും ക്രിപ്റ്റോയിലും എല്ലാത്തിലും നമുക്ക് ആക്സസിബിൾ ആണോ അതോ ജസ്റ്റ് സർട്ടൻ പേയേഴ്സിൽ മാത്രമാണോ? എല്ലാ പേഴ്സിനും ആക്സസ് ആണ്. ഓക്കെ, ഈ ചാർട്ട്സ് ഏതാ യൂസ് ചെയ്തേക്കുന്നത്? ഹൈക്കനാഷി ആണോ ഇത്? ഹൈക്കനാഷി ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഗോ ഹെഡ്. ഗുഡ്. ഹൈക്കനാഷി ഉപയോഗിക്കാനുള്ള 2 റീസൺ ഉണ്ട്. നോർമൽ ക്യാൻഡിൽസ് ഉപയോഗിക്കാം, പക്ഷെ നോർമൽ ക്യാൻഡിൽസ് എപ്പോഴും റീടെസ്റ്റ് വരുമ്പോൾ ക്യാൻഡിൽ സപ്പോർട്ടിന് വരുന്ന അധികം സപ്പോർട്ടിന് വരും നോർമൽ ക്യാൻഡിൽസിൽ ആഴുന്ന സമയം. ഹൈക്കനാഷിൽ സപ്പോർട്ട് റീടെസ്റ്റ് വരാന്നുള്ളത് വളരെ കുറയും. അതായത് ഇപ്പൊ ഹൈക്കനാഷിൽ നമുക്ക് എൻട്രി പൊതുവെ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട് എൻട്രി വരും. അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ഇതിൽ ഹൈക്കനാഷിൽ എൻട്രി വരികയാണെങ്കിൽ നോർമൽ നമുക്ക് നേരെ തൊട്ടിപ്പുള്ള പോയിന്റിൽ വരും. ഓക്കെ, അങ്ങനെയാണ് ഹൈക്കനാഷിയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ. ഹൈക്കനാഷി എപ്പോഴും നമുക്ക് സപ്പോർട്ട് എപ്പോഴും നല്ലതാണ്. അതായത് നമുക്ക് റീടെസ്റ്റിന് വരാന്ന് പറയുന്നത് വളരെ കുറയും. വേറെ ആരാണ് ഇന്ന് ട്രേഡ് എടുത്തതില്ലത്? 150 ട്രേഡ് എടുത്ത വേറെ ആർക്കുണ്ട്? ഈ ഒരു എൻട്രി ഇതിലെ എൻട്രിയാണ്. മാർക്കറ്റ് ശോകമാണ്, നെറ്റ് എൻട്രിയാണ് കിട്ടിയത്. കുഴപ്പമില്ലായിരുന്നു. ഇന്ന് മോർണിംഗ് തന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നല്ല 2 എൻട്രി കിട്ടിയിരുന്നു. വേറെ പറയാനുള്ളത്, നിങ്ങളുടെ ഈ ആപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ എൻട്രി എടുത്തത്. ഈ മുഴുവൻ എൻട്രി ഉണ്ട്. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിരുന്നു.
അതേപോലെ ബാക്കി ഡൗട്ട്സ് കാര്യമൊക്കെ ചോദിക്കാട്ടോ കാര്യങ്ങള്. ഇതിനകത്ത് ഇത് വന്നിട്ടുണ്ടല്ലോ സാറേ, ഏതാ ഡെൻസിറ്റി ഡെൻസിറ്റി ഇൻക്രീസ് ആയാ വേണ്ടത്. ഇൻക്രീസ് ആകണമല്ലേ? യെസ് ഞാനതുകൊണ്ടാണ് ശരിക്കും ഞാൻ 93 ഞാൻ കണ്ടതാണ്, ഞാൻ പിന്നെ ചെയ്യാതെ ഈ വെച്ചിരുന്നതാണ്. ഒരു എസ് ടി അപ്പം എൻട്രി എത്ര കണ്ടോ നമ്മള്? അത് ഇവിടെ എസ് ടി എൻട്രി ഇവിടെ അത്ര ഇതെല്ലാം കൊണ്ടാണ് ഇവിടേക്ക് എൻട്രി ആയിക്കോന്നുള്ള കൺഫർമേഷൻ തന്നത്. ഇവിടെയാണ് നമുക്ക് എക്സിറ്റ് തന്നത് കംപ്ലീറ്റ്. ഈ ഏരിയ മുതൽ ഈ ഒരു ഏരിയ മുതൽ എക്സിറ്റ് ആകാൻ പറഞ്ഞു. പോയിന്റ് എത്രയായിരുന്നു സാറേ? ഏതാണ് എക്സിറ്റിന്റെ പ്രൈസ് 44.77. എക്സിറ്റ് ഏകദേശം ഫുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് പറയുന്നത് മാർക്കറ്റ് പോയത് ഓൾമോസ്റ്റ് ഹൈ പോയല്ല 44.93. ഏകദേശം 130 പോയിന്റ്. എൻട്രി വന്നത് അതിനും കൂടുതലായി. എൻട്രി വന്നത് 43.62 എൻട്രി. 43.67. 62 എൻട്രിയാണ്. 44.90 വരെ പോയി മാർക്കറ്റ്. 45 പോയി തോന്നുന്നു. 45 എത്തിയോന്ന് അറിയില്ല. നല്ല ഹൈറ്റ്. ഇനി മാർക്കറ്റ് സ്റ്റേബിൾ ആവട്ടെ. എന്നാൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് പറഞ്ഞു നല്ല സ്ട്രോങ് സപ്പോർട്ട് വന്നിട്ട് നോക്കാം. അടുത്ത് നോക്കാൻ പോകാം. വേറെ ആർക്ക് എടുത്തിട്ടുണ്ട്? എൻട്രി എടുത്തിട്ടുണ്ട്. എനിക്ക് ഫോറക്സിൽ അക്കൗണ്ട് എടുക്കാത്തത് കൊണ്ടേ എൻട്രി എടുക്കാൻ പറ്റുന്നില്ല. അക്കൗണ്ട് നമുക്ക് പുതിയതായിട്ട് അക്കൗണ്ട് ആക്കുന്ന 6-ാമത്തെ ദിവസം 5 ദിവസത്തേക്ക് നമുക്ക് എടുക്കാം. അക്കൗണ്ട് ആക്കാം. ഇനീഷ്യലി പേപ്പർ ട്രേഡ് ചെയ്താൽ മതി. നമുക്ക് ഇതില് അതായത് നമ്മൾ ഇന്നലെ കാണിച്ചതുപോലെ ട്രേഡിംഗിന്റെ പേപ്പർ ട്രേഡ് ചെയ്താൽ മതി. കാര്യങ്ങളൊന്നും ഇതിൽ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ വേണ്ടി ചെയ്താൽ മതി. SL വെക്കാന്നുള്ളത് പാരയാണ്. SL വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇങ്ങനത്തെ എൻട്രിക്കൊക്കെ ഈ ഒരു സ്പോട്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് എൻട്രി എടുക്കുന്ന സമയം ഞാൻ ഇതിൽ കണ്ടിട്ട് SL എവിടെയുണ്ടാക്കി ഞാൻ പറഞ്ഞു തരാം. അതായത് SL വെക്കാന്ന് പറയുന്നത് ഈ ഒരു എൻട്രി ഞാൻ എടുക്കുന്ന സമയം ഞാൻ ഈ സ്പോട്ടിൽ ഇങ്ങനെ 1 എൻട്രി എടുത്തു. SL ഉണ്ടായത് ഏകദേശം 40, 71, 72 ഈ ഒരു ഇവിടെയാണ് SL ഉണ്ടായത്. 71 43, 71 ഞാൻ ഈ ഒരു എൻട്രി SL ഞാൻ കീപ്പ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇത് ഹൈയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻട്രി എടുത്തിട്ട്. ഈ ലൈൻ ബ്രേക്ക് ആവലോട് കൂടി ഈ ക്യാൻഡിൽ തന്നെ എൻട്രി വന്നു. ഈ ക്യാൻഡിൽ നമുക്ക് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. എൻട്രി ഇതിൽ തന്നെ എൻട്രി എടുത്തില്ല. സ്പോട്ടിൽ ഇവിടെ എക്സിറ്റ് ഇവിടെ SL അടിക്കുന്നു. അടുത്ത എൻട്രി എന്നാക്കുന്നു ലോഡ് ചെയ്യുന്നു, എടുക്കുന്നു. ആദ്യം എൻട്രി എടുത്തപാട് കീപ്പ് ചെയ്യേണ്ടത് SL ആണ്. SL എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിന്റെ SL വെച്ച് ഇവിടെയാണ് 43.63 SL. ഈ ലൈൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് പറയാൻ പറ്റില്ല. അതായത് അതിലേക്ക് ട്രെൻഡ് മാറും. ഓൾമോസ്റ്റ് ഏകദേശം കൂടി ഞാൻ പറഞ്ഞുതരാം. എൻട്രി ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് എത്രയാണിത് നമുക്ക് ചെയ്യുന്നത് ടാർഗറ്റ് പറയുന്നത്. ഇതാണ് എൻട്രി എന്ന് പറയുന്നത്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയ്യേഴ്സ്. അതായത് മാർക്കറ്റ് എൻട്രി എടുത്തിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന എൻട്രീസ് ആണ്. വോയിസിലൊരു കട്ടായി പോകുന്നുണ്ട്. വോയിസ് റെഡിയാവും. ഓക്കെ, ഇന്നും മാർക്കറ്റ് നല്ല മാർക്കറ്റ് തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല. ഇന്ന് നല്ല വോയിസ് ഉണ്ടായിരുന്നു. മോർണിംഗ് നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. മോർണിംഗിൽ 2 എൻട്രി കിട്ടിയിട്ടുണ്ട്. 2 എൻട്രി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് നല്ല ഇന്ന് ഓപ്പണിംഗ് വരുന്നത് ഇവിടെയാണ്. ഇതിന് ശേഷം നല്ല എൻട്രീസ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഇന്ന് നല്ല മൊമെന്റ്സ് ഉള്ള മാർക്കറ്റ്.
ഇപ്പൊ ഗോൾഡ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ സാധാരണ BTC ഇറങ്ങലുണ്ട്. BTC എല്ലാ മാർക്കറ്റ് കയറി നല്ലൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എല്ലാ മാർക്കറ്റും പമ്പാ ആ സമയം കണ്ടാ. എല്ലാ മാർക്കറ്റിലും എൻട്രി ഉണ്ട്. അതായത് എത്തീരിയം എടുക്കുന്നവരാണ്. എത്തീരിയത്തിൽ ഇപ്പോഴും കണ്ട പമ്പിങ് ആണ്, INS ലോഗിങ് ആണ്, നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുക. എന്തോ നല്ല ന്യൂസ് മാർക്കറ്റിൽ, പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ കേട്ടാ. മൊത്തത്തിൽ എല്ലാ മാർക്കറ്റും ഒരേ സിറ്റുവേഷൻ ആണ്. സാധാരണ ഗോൾഡ് പമ്പ് ചെയ്യുകയാണെങ്കിൽ BTC താവും, BTC പമ്പ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് താഴേക്ക് വരും. സാധാരണ ഉണ്ടാവലുണ്ട്. ഇത് ഏകദേശം വന്നത്, ഈ സ്ട്രോങ് ബൈ വന്നത് 4:30 വന്ന എൻട്രി ആണിത്. അവിടുന്ന് ഈ ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയ ട്രേഡ് ഇവിടെ വീണ്ടും 6:10 എന്ന് കൊടുത്തിട്ടുണ്ട്, എൻട്രി കൊടുത്തിട്ടുണ്ട്. സെയിം ST എൻട്രി കൊടുത്തിട്ടുണ്ട്. 6:10 എൻട്രി ആയിക്കോന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇത് ആ പ്രോഫിറ്റ് ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞു. ഓക്കെ, അവിടുന്ന് വീണ്ടും 8:25 ഇത് ഇപ്പോഴാണല്ലോ കറണ്ട് ആണല്ലോ. 8:25 എന്ന് പറഞ്ഞാല് 8:25 വീണ്ടും ST എൻട്രി കൊടുത്തു. കയറാൻ പറഞ്ഞതാ. മാർക്കറ്റ് പോകുന്നുണ്ട്. INS ലോഗിങ് ആണ് മാർക്കറ്റിൽ. മാർക്കറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. BTC മാർക്കറ്റും INS ലോഗിങ് റിസ്ക് ഉണ്ട്. നല്ല മാർക്കറ്റാ. നമുക്ക് ഇതിലിപ്പോ കുറെ എത്ര പുതിയ ആൾക്കാർ നമ്മൾ ഇതിലുണ്ട്. ഇപ്പൊ കാര്യങ്ങള് കാര്യങ്ങൾക്ക് ഡൗട്ട് ഇല്ല ആൾക്കാർ കാര്യങ്ങൾ ചോദിക്കാട്ടെ. നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് നമ്മൾ അറിയൂല. എങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉള്ളത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൂ. നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഞാൻ ഇന്നലെ ജോയിൻ ചെയ്യുന്നതേ. ഓക്കെ, അപ്പൊ എനിക്ക് ഇൻഡിക്കേറ്റർ കിട്ടിയില്ല. അതിനെന്താ ചെയ്യേണ്ടത്? ID മതി. ട്രേഡിംഗിന്റെ ID തന്നാൽ മതി. അത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു? അതെ. ജസ്റ്റ് എന്നാൽ ഇതിൽ ഇപ്പൊ ഒന്ന് ടൈപ്പ് ചെയ്ത് തരാം. ID ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് തരാം. ട്രേഡിംഗിന്റെ ID അയച്ചെന്നാണ് ചെയ്യാം, കുഴപ്പമൊന്നും. നമുക്ക് ഇന്ന് മാർക്കറ്റിൽ രണ്ടു പ്രതീക്ഷിക്കണ്ട. ഇനിയില്ല, ഇന്നത്തെ കഴിഞ്ഞു. ഇനി മാർക്കറ്റ് ഹലോ ബോസ്. യെസ് നമ്മള് ഇന്ന് ബോസ് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടില്ലായിരുന്നോ? വോളിയം ഹൈ ആയപ്പോ ഗോൾഡില്. അപ്പൊ അതിന്റെ ഹൈ വോളിയം ഒന്ന് കാണിച്ചിട്ട് ഒരു സിമ്പിൾ കാണിച്ചായിരുന്നല്ലോ, ഒരു യെല്ലോ കളറിലെ ഹൈ വോളിയം. ഹൈ വോളിയത്തിന്റെ. അപ്പോ എന്നിട്ട് പക്ഷെ അതിന്റെ റിസ്ക് സ്കോർ കിടന്നത് 5-10 കിടന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ? അതായത് ഈ ഹൈ വോളിയം റിസ്ക് വന്നതാ. ഞാൻ ആ ഫസ്റ്റ് ക്യാൻഡിൽ വരുമ്പോ റിസ്ക് 1% ഇല്ലു. ഈ ഹൈ വോളിയം വന്നപ്പോ തന്നെയാണ് റിസ്ക് 4 or 5 എത്തിയത് ക്യാൻഡില്. അല്ല, നമ്മള് നോർമലി 3 ഒക്കെ വരുമ്പോഴല്ലേ നമ്മള് എടുക്കാൻ പറ്റുള്ളൂ. 3 തന്നെയാണ്. ഈ ഒരു എൻട്രി വരുന്ന സമയം അത് 2% ഇല്ലു. ഞാനത് സ്ക്രീൻഷോട്ട് ട്രേഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം, TP3 കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടത്. അപ്പം വോളിയം മാറി, റിസ്ക് മാറി, വോളിയം മാറി. അതാണ് ഇതാണ് സംഭവം. ഓക്കെ അതാണ് ഉണ്ടായത്. അപ്പൊ ഇനി ഇന്നത്തെ മാർക്കറ്റ് എൻട്രി കുറവാണ്. അപ്പൊ ഇന്ന് ഒരാളാണ് എടുത്തത്, പ്രോഫിറ്റ് മേക്ക് ആക്കിയത്, റിയൽ മാർക്കറ്റ്. ഓക്കെ, കുഴപ്പമില്ല, നല്ലത്. ഡെമോ ട്രേഡ് ചെയ്യാൻ അറിയാത്തവർ ഇപ്പൊ ചാറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചോദിച്ചത് ID ചാറ്റിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ID ചാറ്റിൽ അയക്കാട്ടാ. ട്രേഡിംഗിന്റെ ID അയക്കാം. ആക്സസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആക്സസ് പ്രൊവൈഡ് ചെയ്യാം. ഈ ഡെമോ അക്കൗണ്ട് ട്രേഡ് ഓപ്പൺ ചെയ്യാത്തതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്. ഡെമോ ട്രേഡ് ഏതിലാണെങ്കിലും ചെയ്യുന്നത്? മൊബൈലാണോ ലാപ്പിലാണോ?
മൊബൈലില്. മൊബൈലിലാണെങ്കിൽ ഞാൻ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഡെമോ ട്രേഡ് തുറക്കേണ്ടതെന്നുള്ളത് ഞാൻ മൊബൈലിൽ സ്ക്രീൻ ഷെയർ ചെയ്തു. ഓക്കെ. ഒന്നങ്ങനെയാണെങ്കിൽ ഒന്ന് നിങ്ങളെ കണക്ട് ചെയ്ത സ്റ്റാഫിനോട് നാളെ ഒന്ന് കണക്ട് ചെയ്യാൻ പറയാം. ഒരു 1 to 1 ഒന്നാക്കി തരും, ഒരു സെക്ഷൻ തരും മൊബൈലിൽ എങ്ങനെയാണ്, മൊബൈലിൽ മാത്രമായിട്ട്. നാളെ ഏതെങ്കിലും ടൈം കണക്ട് സ്റ്റാഫിനോട് പറയാം, നിങ്ങൾ ഇതിലേക്ക് കണക്ട് ചെയ്ത സ്റ്റാഫിനോട്. എനിക്കും അറിയില്ല സാറേ, ഞാനും കണക്ട് ചെയ്തിട്ടില്ല. ഡെമോ ട്രേഡ് കാര്യങ്ങൾ കണക്ട് ചെയ്യാത്തവർ മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ ചെയ്യുന്നതാണ്. കുറെ ആൾക്കാരുണ്ടെങ്കിൽ ഇനി എത്ര ആൾക്കാരുണ്ട് ഡെമോ ട്രേഡ് മൊബൈലിൽ ചെയ്യാൻ കണക്ട് ചെയ്യാൻ? എത്ര ആൾക്കാരുണ്ട്? സാറേ ഇപ്പൊ സാർ ഈ വെച്ചിട്ടുള്ള ഇതേറിയം ഇതിലിപ്പോ ട്രേഡ് എടുത്തൂടെ? ഇത് ഇനി ഇതൊന്നും എടുക്കണ്ടേ, ഇതെല്ലാം കഴിഞ്ഞു. ഈ സമയത്ത് ട്രേഡ് എടുത്തൂടാ, റിസ്ക് മാറി. കണ്ടാ 10/10 ആയി, ഡേഞ്ചർ ആയി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ലോഗിൻ എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നില്ലേ? ബയേഴ്സ് ഉണ്ടാവും ഈ സ്പോട്ടിൽ കിട്ടണം, ഒന്നെങ്കിൽ ഈ പോയിന്റിൽ കിട്ടണം. ഈ പോയിന്റിൽ കിട്ടിയൊരു കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ് വന്ന് ശരിയാക്കാൻ റിസ്ക് മാറിയില്ല, 10/10 ആയി. യെസ്, അതാണ് അഗ്രസീവ് ആയ റിസ്ക് ഒക്കെ. മാർക്കറ്റിൽ എന്തോ കാര്യമായി സംഭവിക്കുന്നുണ്ട്, നല്ല ന്യൂസ് ഉണ്ട് മാർക്കറ്റിൽ. അതാണ് മേജറായിട്ടുള്ള കാര്യം. നല്ല ന്യൂസ് മാർക്കറ്റിലുണ്ട്. ഇന്നിപ്പോ മാർക്കറ്റ് ഓപ്പണിംഗ് ആണല്ലോ, മാർക്കറ്റ് ഓപ്പണിംഗ് ആണല്ലോ. അതാണ് കറക്റ്റ് 8 മണി. അപ്പൊ മൊബൈലില് നാളെ അപ്പോ കൂടുവോ കുറയോ? നാളെ കൂടുവോ കുറയെന്ന് വെച്ചാല് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഈ ഒരു ഏരിയ വരെ സ്റ്റേബിൾ ആവും ഇങ്ങനെ മാർക്കറ്റ്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആവും, ഇതിന്റെ താഴേക്ക് പോകില്ല. ഇതിന്റെ താഴേക്ക് മാർക്കറ്റ് പോകില്ല, ഇവിടെ സ്റ്റേബിൾ ആവും മാർക്കറ്റ് കേട്ടാ. ഈ സപ്പോർട്ടും ഈ ഇതും എടുത്ത് ഇവിടെ മാർക്കറ്റ് സ്റ്റേബിൾ ആവും, ഇനി താഴേക്ക് വരില്ല. പെട്ടെന്നൊന്നും ഇതിന് താഴെ ബ്രേക്ക് ആവില്ല. ഓക്കെ, അത് മനസ്സിലാക്കി. എനിക്ക് കംപ്ലൈൻ ചെയ്യില്ല കേട്ടോ, ഇതായി ഏകദേശം ഇനി പോവില്ല. ഇതിനി ഇവിടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിന്റെ ഒരു മൂവ്മെന്റ് വരാൻ പോകുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഇവിടെ ഒരു സപ്പോർട്ട് കൊടുക്കാം, സപ്പോർട്ട് ഇവിടെ. ഇനി ഇതിന്റെ ഉള്ളിൽ നിന്നാണ് ട്രേഡ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനി മേലേക്ക് പോകും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മേലേക്ക് പോകും. 10% ഇത് ബ്രേക്ക്, 10% മാത്രമേ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. 10%, 90% ഇത് ഇവിടെ സപ്പോർട്ട് വരാനാണ്. അതായത് ഇനി ഇങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ്, നമ്മൾ പ്രതീക്ഷിക്കേണ്ട മൂവ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ വന്നു ഇനി നമുക്കിനി പ്രതീക്ഷിക്കേണ്ട ഒരു മൂവ്മെന്റ് ഞാൻ പറഞ്ഞു എന്താണ് ഇതിന് വരാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ വന്നു, ഇനി ഈ രീതിയിൽ മൂവ്മെന്റ്സ് ഇവിടെ നിന്നാക്കണം നടക്കണം. ഇതിന്റെ ഉള്ളിലാണ് ഇനി സപ്പോർട്ട് എടുത്തതല്ലേ. ഇത് ബ്രേക്ക് ചെയ്താൽ മേലേക്ക് പോകും മാർക്കറ്റ്. അതേപോലെ താഴേക്ക് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴേക്ക് ഈ ഏരിയയിലേക്ക് വരും. അങ്ങനെ മെല്ലെ മെല്ലെ താഴേക്ക് വരും. ഇനി ഇതാണ് മൂവ്മെന്റ് ഉണ്ടാവില്ല മാർക്കറ്റ്. ഇനി വലിയൊരു മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അത്ര നല്ലത് മാർക്കറ്റ് ഇത് ചെയ്തു. ഇത് ഇങ്ങനെ ഒരു മൂവ്മെന്റിന് വേണ്ടിയായിരിക്കോട്ടെ മിനിയാന്നൊക്കെ മാർക്കറ്റ് വളരെ ഒരു എന്താ പറയാ സൈഡ് വേസിലേക്ക് നടന്നത്. ഈ ബോക്സിലെ HTF ട്രെൻഡിലെ അലൈൻഡ് കാണിക്കുന്നത്, അതായത് അപ് ട്രെൻഡിലേക്കും ഡൗൺ ട്രെൻഡിലേക്കും രണ്ടിലും അലൈൻഡ് തന്നെയാണോ വരുന്നത്? രണ്ടിലും അലൈൻഡ് തന്നെയാണ്. റെഡ് ചില സമയത്ത് റെഡിലും ചില സമയത്ത് ഗ്രീനിലും കാണിക്കുന്നുണ്ട് അലൈൻഡ്. അപ്പൊ റെഡില് വരുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഇപ്പൊ ഇതില് ബയ്യാണുള്ളത് 5 മിനിറ്റില്. സാറിന്റെ വോയിസ് 5 മിനിറ്റിൽ ബയ്യാണ് ട്രെൻഡ് ഉള്ളത്. 15 മിനിറ്റിലും ബയ്യാണെങ്കിൽ മാത്രമേ അലൈൻഡ് ആവൂ. 15 മിനിറ്റില് സെല്ലാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് ആവും. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഇവിടെ കണ്ട 1 hourൽ കോൺഫ്ലിക്റ്റ് ആണ്. അതല്ല ചോദിച്ചത്, റെഡ് കളറും അലൈൻഡ്
ഗ്രീൻ കളറും റെഡ് കളർ അലൈൻഡ് വരൂല, കോൺഫ്ലിക്റ്റ് ആ വരുത്ത്. ഇനിയിപ്പോ 1 ഹവറിൽ കണ്ട ഇത് 1 ഹവറിൽ കോൺഫ്ലിക്റ്റ് ആണ്. അത് 4 ഹവറിൽ പോകുന്ന സമയം ഇവിടെ കാണിക്കുന്നുണ്ട്. 4 ഹവർ ചെക്ക് ചെയ്യാൻ 4 ഹവർ ചെക്ക് ചെയ്യുന്ന സമയം അവിടെ എന്തായിരിക്കും? സെല്ലായിരിക്കും. അവിടെ ബൈ തന്നെയാണ്, ബൈ സെല്ലായിട്ടുണ്ട്. അത് ട്രെൻഡ് അലൈൻഡ് അല്ലാത്തതുകൊണ്ടാണ്. 4 ഹവർ അലൈൻഡ് ആണ്, 4 ഹവറും 12 ഹവറും അത് അലൈൻഡ് ആയാൽ മതി. അതിനകത്താണ് അത് വരുന്നത്. രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ അലൈൻഡ് ആവും, അതാണ് പോസിറ്റീവ്. അതായത് അപ് ട്രെൻഡ് ആണെങ്കിലും ഡൗൺ ട്രെൻഡ് ആണെങ്കിലും അലൈൻഡ് ആവണം എന്നാൽ മാത്രമേ ട്രേഡ് എടുക്കണ്ടേ. ഇപ്പൊ ഒരു കാര്യം, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഇപ്പൊ മുള്ളിച്ചെടുക്ക തന്നെയാണ് മാർക്കറ്റ്, പക്ഷെ ഈ സെഡ് സ്കോർ മൈനസിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിന്റെ അർത്ഥം ബിയറിഷാണ് മാർക്കറ്റിൽ ഉള്ളത്. ഇപ്പൊ ബിയർ ട്രെൻഡ് വരാൻ എൻട്രി ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇന്റലിജൻസ് ബോക്സ് ആണ് ഈ 4 സെഡ് സ്കോർ നല്ല പോസിറ്റീവ് ആണ്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിലും സെഡ് സ്കോർ പ്ലസിലേക്കാണെങ്കിൽ നമുക്ക് മേലിലേക്ക് പ്രതീക്ഷിക്കാം, മുകളിലേക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരു എൻട്രി ഇവിടെ ഉണ്ടെങ്കിൽ എസ് ടി എൻട്രി കിട്ടും. ഒരു എൻട്രി ഇവിടെ അങ്ങോട്ട് ഉണ്ടെങ്കിൽ എസ് ടി എൻട്രി കിട്ടും, എസ് ടി എൻട്രി ആവാം. ഇനിയിപ്പോ ഇതിലൊരു എസ് ടി എൻട്രും കൂടി വരികയാണെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ബൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു എസ് ടി എൻട്രി വരികയാണെങ്കിൽ അത് നോക്കാം, അവിടെ നിന്ന് എൻട്രി എടുക്കുക. ഈ ഒരു ലൈൻ ബ്രേക്കാലും ഇവിടെ എൻട്രി എടുക്കുന്നു. എസ് എൽ ഇവിടെ വെക്കാം, എസ് എൽ എത്ര വെക്കുന്നു. അഥവാ ഈ ട്രെൻഡ് മേലിലേക്ക് ഒരു കേരള കയറി താഴേക്ക് ബ്രേക്ക് ചെയ്താൽ താഴേക്ക്, ഈ ഏരിയ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴേക്ക് വരും. ഈ രീതിയിൽ കീപ്പ് ചെയ്യാം. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഈ ഏരിയ ബ്രേക്ക് ചെയ്യൽ കുറച്ച് ടാസ്ക് ആണ്, ആ ഏരിയ ബ്രേക്ക് ചെയ്യൽ. INS ലോഗിന്റെ സാറ് പറയുന്നത് ചെറിയൊരു ടൈം മാത്രമേ ആണല്ലോ അത് നിൽക്കുന്നുള്ളൂ. അത് അത്രയും നിൽക്കും, അത്രയും ഉണ്ടാവും. കേറുമ്പോ ട്രെൻഡ് മാറും കാര്യങ്ങള്. അത് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ INS എക്സിറ്റ് എന്നാണോ കാണിക്കുക? അല്ല, ഡൗൺ ട്രെൻഡിലും 2 ട്രെൻഡിലും ലോഗിൻ തന്നെയാണ്. എൻട്രി ആകുമ്പോൾ ലോഗിൻ തന്നെയാണ്, എക്സിറ്റ് ആകുമ്പോൾ 2ലും എക്സിറ്റ് തന്നെയാണ്. നിങ്ങളെ മൊബൈലില് നിങ്ങൾക്ക് ഇപ്പൊ ട്രേഡ് എടുക്കുന്നത് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഡൗൺ അപ്സൈഡിലേക്ക് ഫാളിംഗ് സേഫ്, ഡൗൺ സൈഡിലേക്കാണെങ്കിലോ? ഡൗൺ സൈഡിലേക്കാണെങ്കിൽ റൈസിംഗ് റിസ്ക് വരും. റെഡില് വരും, റെഡ് സിഗ്നലിൽ വരും, റൈസിംഗ് റിസ്ക് വരും. ചിലപ്പോ അത് 15 കാണിക്കാറുണ്ട്. ഡെൻസിറ്റി കുഴപ്പമില്ല, ഡെൻസിറ്റി ഇൻക്രീസ് ആകുന്നത് പോസിറ്റീവ് ആണ്. ഡൗണിലേക്കാണെങ്കിൽ രണ്ടിലേക്ക് പോസിറ്റീവ്, അത് ഇൻക്രീസ് ആവണം. അത് പോസിറ്റീവ് ആണ്. ഡെൻസിറ്റി അതാണ് നമുക്ക് പോസിറ്റീവ് വരുന്നത്. പിന്നെ നമ്മൾക്ക് ഉണ്ടാവില്ല മൊബൈലിൽ എടുക്കുന്ന ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തത്. ഞാൻ കാണിച്ചു തരാം മൊബൈലിൽ എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്കുള്ള എല്ലാവർക്കുള്ള ഡൗട്ടുകൾ ചോദിക്കട്ടെ, വെറുതെ നിങ്ങൾ ഇതാക്കി നിൽക്കുന്നൊന്നും കാര്യമില്ല. നമുക്ക് എല്ലാ മൊബൈലിന്റെ ഡൗട്ട് ചോദിച്ചാൽ മൊബൈലിലേക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. സിമ്പിൾ ആണ് കാര്യങ്ങൾ, ഒരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ചോദിച്ചാൽ മാത്രമേ നമുക്ക് തിരിയും നിങ്ങൾക്ക് എന്താ ഡൗട്ട് ഉള്ളത്. ഞാൻ മൊബൈലിൽ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? മൊബൈലിന്റെ സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. മൊബൈൽ സ്ക്രീൻ ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ മൊബൈലിന്റെ? മൊബൈലിന്റെ സ്ക്രീൻ ഓക്കെ ആയിരിക്കും, കാണുന്നുണ്ടാവല്ലോ? യെസ്, ഓക്കെ അല്ലേ? കാണുന്നുണ്ടോ? യെസ്. മൊബൈലിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, മൊബൈലിലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് നിങ്ങൾ റെഡിയാക്കി എടുക്കേണ്ടത് ആവശ്യമുള്ളത്. ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം, ഈസിയായി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 ഡോട്ട്, ഇവിടെ ഇപ്പൊ ഈ കാണുന്ന താഴെ ഡൗണിൽ കാണുന്ന ഈ ഏര ഉണ്ട്,
ഓക്കെ, ഈ അപ്പ് ആൻഡ് ഡൗണിലേക്കുള്ള ഒരു ഏരോ മാർക്ക് ഉണ്ട്. ഡൗണിൽ കാണുന്ന ഒരു ഏരോ മാർക്ക്. ഈ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ എന്താക്കുക, അവിടെ പേപ്പർ ട്രേഡ് കണക്ട് ചെയ്യുക. ആദ്യം ചെയ്യുന്നത് ഞാൻ ഇവിടെ ലോഗൗട്ട് ചെയ്തിട്ട് പേപ്പർ ട്രേഡ് ലോഗൗട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നിങ്ങൾ പേപ്പർ ട്രേഡ് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാണ് വേണ്ടത്. ഞാൻ ലോഗൗട്ട് ചെയ്തു. ഓക്കെ, ലോഗൗട്ട് ചെയ്തു. ഈ ഏരോ മാർക്ക് എല്ലാവരും ക്ലിക്ക് ചെയ്യാം. മൊബൈലിൽ ചെയ്യുന്നവർ ആ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം. ചെയ്തോ ഇല്ലയോ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരാള് മൊബൈലിൽ ചെയ്യുന്ന ഒരാള് ലൈനിൽ വരാൻ കാര്യങ്ങൾ പറയാം, ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഹലോ, എവിടുന്നാണ് സാർ എടുക്കുന്നത്? മൊബൈലിൽ ചെയ്യുന്ന സമയം മൊബൈൽ ഓപ്പൺ ചെയ്യുക. ആ. അത് ഈ ഒരു ഏരോ മാർക്ക് ഉണ്ടോ, താഴേക്കും മേലിലേക്കും ഒരു ഏരോ മാർക്ക് ഉണ്ടോ? എവിടെ ട്രേഡിംഗ് ഗുഡിന്റെ ചാർട്ടാ സാറേ? ട്രേഡിംഗിന്റെ താഴത്തെ ലൈനിൽ ഒരു പെൻ ടൂള്, അതേപോലെ തന്നെ ഒരു ക്ലോക്കിന്റെ ഒക്കെ ചിഹ്നം ഇവിടെ കണ്ട എന്തതില് ചാർട്ടിൽ പോവാ. വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവില്ല എല്ലാവരും. വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്താക്കാം, ഈ പ്ലസ് നോക്കിക്കൊണ്ട് എന്താക്കാം, കോയിൻസ് സെലക്ട് ചെയ്യാം. പ്ലസ് നോക്കിയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കോയിൻ എടുക്കുക. ഏതാണ് ഗോൾഡ് എടുക്കുന്നു. ഇതിൽ ഈ ഒരു റെക്ടാങ്കിൾ കണ്ടോ, ഈ ലൈനിൽ ഒന്നെങ്കിൽ ഇത് എന്താക്കാ, ഇവിടെ ഈ റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ട് ഓപ്പൺ ആവും. ഫുൾ സ്ക്രീൻ മോഡ്. ചാർട്ട് ഓപ്പൺ ചെയ്തു. എല്ലാവരും ഒന്ന് കാര്യങ്ങൾ പറയാം. ചാർട്ട് ഓപ്പൺ ചെയ്തോന്ന്. ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അതിനുശേഷം ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്യാം. ഈ രണ്ട് ഏരോ കണ്ടോ, ആ ഏരോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ഏരോ ക്ലിക്ക് ചെയ്യുക. ഏരോ ക്ലിക്ക് ചെയ്ത് നേരെ പേപ്പർ ട്രേഡ് കണക്ട് ചെയ്യുക. ഓക്കെ, എടുത്തോ. ഈ പ്രൊസീജിയർ വരെ റെഡി അല്ലേ? എല്ലാവരും റെഡി ആണോ ഈ പ്രൊസീജിയർ? ഇത് പേപ്പർ ട്രേഡിംഗിന്റെ ആണോ പറയുന്നത്? യെസ്, പേപ്പർ ട്രേഡിംഗിന്റെതാണ് പറയുന്നത്. എനിക്ക് സൗണ്ട് കുറച്ചാ കേൾക്കുന്നത്, അതൊന്നും മനസ്സിലാവണില്ലേ. ഓക്കെ, അതായത് നിങ്ങൾ ഇത് തുറന്നോ, ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തോ? ട്രേഡിംഗ് വ്യൂ അല്ലേ? ഇല്ല. 1 to 1 വരെ എന്താക്കാ, അത് ഒന്ന് സ്റ്റാഫായിട്ട് കണക്ട് ചെയ്യാട്ടാ. ഇതില് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ടെങ്കിൽ, കാര്യങ്ങൾ ഇതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് നിങ്ങളെ കണക്ട് ചെയ്ത സ്റ്റാഫായിട്ട് പറയാ. ഒരു 1 to 1 കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നോക്കുക. ഒരു ടൈം തരും. ആ ടൈമിൽ തന്നെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. 1 to 1 തരും. ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? ചില ആപ്പ് സ്ലോ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ട്രേഡിംഗ് വ്യൂ എടുത്തതിന് ശേഷം ചാർട്ട് ഓപ്പൺ ചെയ്തു. അതേപോലെ അത് ഏതിൽ നോക്കി ചാർട്ട് ഓപ്പൺ ചെയ്യാ? താഴെ വാച്ച് ലിസ്റ്റ് ഉണ്ടല്ലോ, വാച്ച് ലിസ്റ്റ് അതിന് നേരെ അതെടുക്ക. വാച്ച് ലിസ്റ്റിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ചാർട്ട്, അപ്പുറത്തുള്ള ചാർട്ടാ? ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. ഇതേപോലെ ചാർട്ട് കിട്ടിയോ? സെയിം ചാർട്ട്. ഓക്കെ, ഇതിൽ ഈ താഴെ ഈ ഏരോ മാർക്ക് ഉണ്ടോ, അപ്പ് ആൻഡ് ഡൗണിലേക്ക്? താഴെയാ? താഴെ ഒരു 3 ഇത് കാണും. അതായത് ഒരു 3 ഡോട്ട് കണ്ടോ താഴത്തെ ലൈനിൽ? ആ ഡോട്ടില് നിങ്ങൾക്ക് അവിടെ നിന്നുണ്ട് ഒരു ഏരോ മാർക്ക് കാണും. ഇതേപോലെ അതില് ഇതാക്കിയപ്പോ ഒരു 3 ലേ ഔട്ട്, സ്റ്റെപ്പ്, മാനേജ്, അൺനെയിംഡ് അങ്ങനെ വന്നു. അതിന് ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്യണ്ട. അതിന് നേരെ കൂടുതൽ ഏരോ മാർക്ക് ഉണ്ട്. സാറിന്റെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആണല്ലോ വോയിസ്. നെറ്റ്വർക്കിന്റെ നല്ല മഴ ഉണ്ടാകും, നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോ നിങ്ങൾക്കിപ്പം ഇതിന്റെ കാര്യങ്ങൾ, ഈ ബേസിക് ഈ കാര്യങ്ങൾ പേപ്പർ ട്രേഡ് ഡൗട്ട് ഉള്ളവർ എന്താക്കാം, നാളെ മോർണിംഗ് ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 1 to 1 ഇത് തരാം, അറ്റൻഡ് ചെയ്യാം പേപ്പർ ട്രേഡിന്റെ അത്. ഓക്കെ, അത് നാളെ ഒന്ന് നിങ്ങളെ ടീമായിട്ട്, അതായത് സ്റ്റാഫായിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. അത് കണക്ട് ചെയ്യാം, എന്നെ ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഓക്കെ,
അത് 1 to 1 തന്നെ എടുത്താലേ മനസ്സിലാവും. അതെല്ലാം മനസ്സിലാവില്ല ട്രേഡിംഗ് വ്യൂവിന്റെ സ്ട്രക്ചർ. വൈകിട്ട് എത്ര മണിക്ക് പറ്റും? വൈകിട്ടുണ്ടാവും. അവരോട് ടൈം ഒന്ന് കൊടുത്താൽ മതി അവർക്ക്. അവരെടുത്തു തരും, അത് ഷെഡ്യൂൾ ചെയ്ത് തരും. ആണല്ലേ? ആ. ഈ ട്രേഡിംഗ് വ്യൂ കൊണ്ട് നമുക്ക് എന്താണ് ഹെൽപ്പ്? ട്രേഡിംഗ് വ്യൂ ആണ് ചാർട്ട് അനാലിസിസ് ചെയ്യാൻ. അതായത് ട്രേഡ് ചെയ്യുമ്പോൾ ഇതിലാണ് ചാർട്ട് അനാലിസിസ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ബ്രോക്കറിൽ എൻട്രി എടുക്കേണ്ടത്. ഇതിൽ ചാർട്ട് ഏറ്റവും ബെറ്റർ ഇതിലാണ് ചാർട്ട് നോക്കുന്നത്. ഓക്കെ, ബാക്കി എന്താണ്? ബാക്കിയുള്ള ബാക്കി ഓരോരുത്തരുടെ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ ഓരോരുത്തർക്കുള്ള നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് സാറേ ഇത് ഓപ്പൺ ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കണക്ട് ചെയ്തില്ലേ? ഇതേപോലെ കണക്ട് ചെയ്യാം. കണക്ട് കൊടുക്കാം. ഓക്കെ, ട്രേഡിംഗ് ജോലി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ട്രേഡ് എടുക്കാൻ പറ്റും. ബ്രോക്കറുമായി കണക്ട് ചെയ്യേണ്ടി വരും അല്ലേ? ഇതേപോലെ നമ്മൾ പേപ്പർ ട്രേഡ് കണക്ട് ചെയ്ത പോലെ തന്നെ ബ്രോക്കർ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നിലവിൽ ഇതേപോലെ പേപ്പർ ട്രേഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇതേപോലെ വരും. ഒന്നുകൂടി ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി നേരെ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ എന്താവും? ട്രേഡ് എടുക്കേണ്ട ഇത് വരും. ബൈയും സെല്ലും വരുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ? അത് ഓക്കെ ആണോ? ഇനി അവിടെ എന്താക്കിയാൽ നിങ്ങൾ അവിടെ ക്വാണ്ടിറ്റി കൊടുക്കുക. സെല്ല് ഏതാ? ഓക്കെ ആണോ? ട്രേഡിംഗ് വ്യൂവിന്റെ ഓക്കെ അല്ലത്? യെസ്, ഓക്കെ. ഞാൻ അതിന്റെ ഒരു തരാം. ഒരു സെക്ഷൻ അതിന്റെ റെക്കോർഡ് ഉണ്ട്. ഞാൻ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായ രീതിയിൽ ഒരു സെക്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കി ചെയ്താൽ ഞാൻ തരാം, കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇത് കൊടുക്കുക. ഇതിലെന്താക്കാം, ഇപ്പോൾ ഒരു സെൽ എൻട്രി എടുക്കുന്ന കൂട്ടാം. ഞാൻ വെറുതെ ഒരു സെൽ എൻട്രി എടുത്ത് കാണിച്ചു തരാം. ഒരു യൂണിറ്റ് അവിടെ കൊടുക്കുന്നു. ഓക്കെ, ടേക്ക് എ പ്രോഫിറ്റ് അവിടെ ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്താൽ മതി. ടേക്ക് എ പ്രോഫിറ്റ് അവിടെ ഓൺ ചെയ്യുക. ഇതൊക്കെ ഓൺ ചെയ്തിട്ട് അവിടെ നമുക്ക് എൻട്രി സെൽ എൻട്രി കൊടുക്കാം. സെൽ എൻട്രി പ്ലേസ് ചെയ്താൽ മതി. ഇതേപോലെ പ്ലേസ് ചെയ്താലേ അവിടെ സെൽ എൻട്രി പ്ലേസ് ആയിട്ടുണ്ട്. അത് കണ്ട, ഒരു എൻട്രി അവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് എന്താകേണ്ടത്? എൻട്രി എക്സിറ്റും ഇതിൽ ചെയ്യുന്നത്. ഡെമോയിൽ ചെയ്യാൻ പറ്റും. ഈസി മെത്തേഡ് തന്നെ ചെയ്യാം. ഇതിനകത്ത് ബൈ എടുക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, സെല്ലിന്റെ അത് കാണിക്കുന്നുണ്ട്. അത് നേരെ അപ്പുറത്തെ ഓപ്പോസിറ്റ് എടുത്താൽ സെല്ല് കിട്ടും. ആ ബൈ ഉള്ളത് സെല്ലിലേക്ക് ടച്ച് ചെയ്താൽ സെല്ലിലേക്ക് വരും. സെല്ല് ടച്ച് ചെയ്ത് കഴിഞ്ഞാല് സെല്ലിലേക്ക് വരും. നിങ്ങൾക്കത് ബൈ മാറിയിട്ട് സെല്ലിലേക്ക് വരും. പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ലേ? ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് പേപ്പർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ല ശരിക്കും. പേപ്പർ ട്രേഡ് എന്ന് പറയുന്നത് ഇതിത്ര നമുക്ക് ബ്രോക്കർ കണക്ട് ചെയ്യാം. അതായത് നമ്മൾ MT5 നിങ്ങൾ കണക്ട് ചെയ്ത ഈ ബ്രോക്കേഴ്സ് എല്ലാം കണ്ട് ഇതിൽ കാണുന്നത് ഇതെല്ലാം ബ്രോക്കേഴ്സ് ആണ്. എല്ലാ ബ്രോക്കറും കണക്ട് ചെയ്യുക. സെയിം പാറ്റേൺ എടുക്കുക. ഇപ്പൊ ഡെൽറ്റ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നേരെ ഡെൽറ്റ എടുക്കുക. ക്ലിക്ക് ചെയ്യുന്നു, ഡെൽറ്റ ക്ലിക്ക് ചെയ്യുന്നു, അത് കണക്ട് കൊടുക്കുക. നേരെ സൈറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടതിലേക്ക് വരും. ഇമെയിൽ ഐ ഡി പാസ്വേഡും കൊടുക്കുക, കണക്ട് ചെയ്യാം. ട്രേഡിംഗ് വിത്ത് കണക്ട് ചെയ്യാം. എല്ലാ ബ്രോക്കറും നമുക്ക് കണക്ട് ചെയ്യാം. മീറ്റിംഗ് എടുത്തേ പറ്റൂ, എന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. തരും. അത് നിങ്ങൾ കാര്യങ്ങൾ 1-1 ആണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തരും. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ദിവസം സെക്ഷൻ ഉണ്ടാവും. 1-1 ഉണ്ടാവും. ഇന്ന് രാവിലെ 1-1 ഉണ്ടായിരുന്നു, ഉച്ചക്ക് ഉണ്ടായിരുന്നു. അത് നിങ്ങളൊരു ടൈം കൊടുക്കുക. 1-1 വേണം. നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. സ്റ്റാഫിനെ കണക്ട് ചെയ്യാം. ഒരു സംശയം, ക്യാൻസൽ ചെയ്യണം എന്ത് ചെയ്യണം സാറേ? ഇപ്പൊ നമ്മൾ എടുത്ത എടുത്ത സാധനം ക്യാൻസൽ ആവാൻ കൂടെ ഒരു ക്യാൻസൽ ബട്ടൺ കാണും. അത് നേരെ ക്യാൻസൽ ആക്കിയാൽ ഇത് ക്യാൻസൽ ചെയ്താൽ മതി. എടുത്ത സമയം ഇവിടെ ഒരു സെല്ല് എടുത്ത് കഴിഞ്ഞാല് ഒരു സെല്ല് ഞാനിവിടെ പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. മാർക്കറ്റിൽ ഒരു സെല്ല് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും. ഈ ഒരു തെറ്റിന്റെ ബട്ടൺ കണ്ട, ക്ലോസ് ബട്ടൺ കണ്ട, അതിൽ തന്നെ ക്ലോസ് ബട്ടൺ. ആ ക്ലോസ് ബട്ടൺ നോക്കിയാൽ ക്ലോസ് ആവും. ക്ലോസ് പൊസിഷൻ കൊടുക്കുക.
ക്ലോസ് ആയി. ഇത് അങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ? ഒരു എൻട്രി വരുമ്പോൾ ഈസിയാണ്. ഒരു എൻട്രി എക്സിറ്റ്, അതായത് കാര്യങ്ങൾ ഇതിന്റെ ബേസിക് നമുക്ക് എന്തെങ്കിലും പ്രശ്നമില്ല, അതിന് സെക്ഷൻ തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെയാണ്? ടൂളിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണോ? ബേസിക്കിന്റെ കാര്യങ്ങൾ അറിയാത്തവർക്ക് തന്നെ ഇതിന്റെ കാര്യങ്ങൾ തരും, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണ് നിലവില്? നമ്മൾ 23 ആൾക്കാർ ഇപ്പൊ സെക്ഷനിലുണ്ട്. ബാക്കിയുള്ളവർ എങ്ങനെയാണ് കാര്യങ്ങള്? 23 പേരുണ്ട്. 3 ആൾക്കാർക്കാണ് ഇപ്പോൾ ഒരു 1-to-1 കാര്യങ്ങളൊക്കെ വേണ്ടത്. ബാക്കി 20 ആൾക്കാർ അറിയുന്ന ആൾക്കാരാണ്. അല്ല സാറേ, എനക്കും വേണം. ഞാൻ പിന്നെ ഇതിന്റെ ഒന്നും അറിയില്ല സാറേ, അതാണ് പ്രശ്നം. ഓക്കെ, ഫുൾ ബിഗിനറാണ്. നോ പ്രോബ്ലം. പറഞ്ഞാൽ മതി, കണക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്? ഞാനിപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആരും ഇത് ഇങ്ങനെ പറയാത്തത് കൊണ്ട് ഞാൻ നോക്കും, എല്ലാവർക്കും ഒരു അറിയുന്ന രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കാം. അപ്പൊ നിങ്ങൾ നാളെ മോർണിംഗ് എന്താക്കാം, സ്റ്റാഫായിട്ട് കണക്ട് ചെയ്യാ, പറയാം. ഈസി ആയിട്ട് തരും, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഓഫീസിലേക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ, കംപ്ലീറ്റ്ലി കാര്യങ്ങൾ മുതലേ അറിയണമെങ്കിൽ ഡയറക്റ്റ്, അതായത് ഓൺലൈനായിട്ട് നല്ലത് ഓഫ്ലൈൻ ഒരൊറ്റ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. വന്നിട്ട് മോർണിംഗ് 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് ആകുമ്പോഴത്തേക്ക് അവിടുന്ന് ട്രെയിൻ എടുത്ത് തന്നെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പോവാം. വോയിസ് കറക്റ്റ് ആവുന്നില്ല സാറേ. അതല്ലേ? അതെ, വിട്ടു ഡിസ്റ്റർബൻസ് ആയിട്ട് കേൾക്കുന്നു. ഡിസ്റ്റൻസ് ഉണ്ടല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഓഫ്ലൈൻ വരുന്നവർക്ക് ഈ കംപ്ലീറ്റ്ലി കാര്യങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്കൊന്ന് ഓഫ്ലൈൻ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് പാക്ക് ചെയ്ത് തരും. ഒരൊറ്റ ദിവസം മതി, സിംഗിൾ ഡേ. നമ്മുടെ ഓഫീസ് എവിടെയാണ്? ഓഫീസ് വരുന്നത് കാലിക്കറ്റ് ബീച്ചിന്റെ അടുത്താണ്, ചെറുകുട്ടി റോഡ് എന്ന് പറയും. അതായത് റെയിൽവേ സ്റ്റേഷൻ കാലിക്കറ്റ് ബീച്ചിന്റെ അടുത്താണ്. ട്രെയിനിൽ വരുന്ന ഒരാളാണെങ്കിൽ ക്ലിയർ ആവണില്ലേ സാറേ? ഒറ്റ മിനിറ്റ്. ആദ്യം പറയുന്നത് കേൾക്കാം, പിന്നെ ഇടയ്ക്ക് വെച്ച് കട്ടായി. ഓക്കെ, ഇപ്പൊ ഞാൻ ഒന്ന് ഹെഡ്സെറ്റ് ഒന്ന് മാറ്റി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹലോ. ഓക്കെ, അതായത് നമ്മൾ ഓഫീസ് വരുന്നത് കാലിക്കറ്റ് ബീച്ചിന്റെ അടുത്താണ്, ചെറുകുട്ടി റോഡ് എന്ന് പറയും. റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിന് വരുന്ന ഒരാൾക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ ബസ്സാണെങ്കിലും 1 കിലോമീറ്ററാണ്. ഒരേ ഒരു ദിവസം ഓഫീസിലേക്ക്, അതായത് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഞാൻ പറയുന്നത്, ഒരു ദിവസം നിങ്ങൾക്ക് ഓഫീസിൽ വരാൻ പറ്റുമെങ്കിൽ മോർണിംഗ് എത്തിക്കഴിഞ്ഞാൽ എനീഡേ നിങ്ങൾ വരുന്ന സമയം ഒന്ന് അറിയിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം മുന്നേ രാവിലെ വന്ന് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ലൈവായിട്ട് തന്നെ നന്നാക്കി തരാൻ പറ്റുമോ? ഈ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ്, ഈ പേപ്പർ ട്രേഡ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങളെ മുമ്പ് തന്നെ കാണിച്ചെന്ന് നമ്മൾ പറയുമ്പം അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റൂല പെട്ടെന്ന്. നമുക്കത് ഈസി ആയിരിക്കും പറയുന്ന സമയം, അത് അവിടെ ഉണ്ട് പറയാൻ. സാറേ ഒരു ഡൗട്ട്, ഈ പേപ്പർ ട്രേഡ് ചാർട്ടിൽ മാറ്റണം എന്ത് ചെയ്യണം സാറേ? പേപ്പർ ട്രേഡ് മാറ്റണമെങ്കിൽ അത് അവിടെ ക്ലോസ് ചെയ്താൽ മതി, ലോഗൗട്ട് ചെയ്താൽ മതി. അതിന്റെ ഓപ്ഷൻ സാറേ കാണിച്ചു. യെസ് സാറേ, നമ്മളിപ്പോ ഓഫ്ലൈൻ സാറ് പറഞ്ഞല്ലോ, അപ്പം ഈ ഓൺലൈൻ ഒരു തവണ ഒന്ന് അറ്റൻഡ് നടത്തിയതിനു ശേഷം, കാര്യം എന്റെ സ്വദേശം കൊല്ലോ സാറേ, അതാ ഞാൻ ഇവിടെ രാവിലെ തിരിച്ചാൽ തന്നെ ഉച്ചയോടെ അവിടെ എത്തത്തുള്ളൂ. നമുക്ക് ഓൺലൈനിൽ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു സെക്ഷൻ ഞാനത് ഒരു ഓപ്ഷൻ പറഞ്ഞതല്ലോ, ഒരു ദിവസം ഓഫ്ലൈൻ ഒന്ന് അറേഞ്ച് അല്ല ഓൺലൈൻ ഒന്ന് അറേഞ്ച് ചെയ്യാമെങ്കിൽ തരാം. മലബാർ അവിടുന്ന് രാത്രിയിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അതിൽ കയറിയാൽ രാവിലെ കോഴിക്കോട് വരും, കോഴിക്കോട് എത്തും. നേരെ റൂം എടുക്കുക. ഞാൻ അങ്ങനെയാണ് ആലപ്പുഴയിൽ നിന്ന് പോയിക്കുന്നത്, ഞാൻ ആലപ്പുഴക്കാരനാണ്. എടുക്കുക, നേരെ സാറിന്റെ ഒക്കെ പോവുക. 10 മണി ടു വൈകുന്നേരം തിരിച്ചവിടുന്ന് ട്രെയിൻ കാണും, നേരെ കയറി. നമുക്ക് അവിടുന്നൊക്കെ ആള് വന്നിട്ടുണ്ട്, എനിക്ക് ഓൾറെഡി ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുണ്ട്, കാസർഗോഡ് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നുമില്ല, അതായത് അങ്ങനെ ഞാൻ വരാൻ പറയുന്ന റീസൺ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓഫീസിൽ വന്ന് കഴിഞ്ഞാൽ, നമ്മള് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഉണ്ടല്ലോ, കാണിച്ചു തരാൻ പറ്റും ഡൗട്ടുകളും കാര്യങ്ങളും ഈസി ആയിട്ട്.
അതിലല്ല അത് നമുക്ക് അത് പറയാൻ വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ഞാൻ എടുത്തതിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എത്ര എടുത്തതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മളത് പറയുമ്പോൾ ആ സാധനം എവിടെയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ല അത് മനസ്സിലായി, സാർ പറഞ്ഞ കറക്റ്റ് ആണ്. മിക്കവാറും സാർ പറഞ്ഞ ഏകദേശം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യം അത്ര ലളിതമായിട്ടാണ് സാർ പറയുന്നത്. അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, ആ പ്രശ്നമൊന്നുമില്ല. അതൊരു ടൈം കൊടുത്താൽ മതി. അപ്പൊ ആ ടൈം ഒന്ന് നേരത്തെ നിങ്ങൾ ഏതാ ടൈം ഫ്രീ ആവുന്നത്, അതായത് 8 മണിയുടെ മുന്നേ ഏത് ടൈം ഫ്രീ നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. മോർണിംഗ് ആണെങ്കിൽ മോർണിംഗില് അതെ 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 നമുക്ക് ഒരു 1-1 മീറ്റിംഗ് കിട്ടാമെങ്കിൽ അത് കറക്റ്റായിട്ട് തരും. അതാകുമ്പോൾ നമുക്ക് ഇത് ട്രെയിനിങ്ങിനകത്ത് ഈ ആപ്പ് കണക്ട് ചെയ്തിട്ട് സാറിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ആയി, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, തരും. നമ്മൾ നേരത്തെ ട്രേഡിംഗ് വ്യൂ ലോഗ് ഔട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ ലോഗോ ക്ലിക്ക് ചെയ്യാം. ആ ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക, ലോഗ് ഔട്ട് കൊടുക്കുക, ലോഗ് ഔട്ടായി. അത്രേ ഉള്ളൂ. ഞാൻ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. അത് നിങ്ങൾ വരുന്നതിനൊരു ദിവസം മുന്നേ ഒന്ന് നിങ്ങളെ സ്റ്റാഫിനെ വിളിച്ചൊന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യാം. ഇന്ന ഡേറ്റിന് ഞാൻ വരുന്നുണ്ട്. 10 മണി മുതൽ 5 മണി വരെ ഓഫീസ് ഉണ്ടാവും. ലോഗൗട്ട് ചെയ്താ പേപ്പർ ട്രേഡ് കണക്ട് ചെയ്യാനല്ല. അവിടെ ട്രേഡിംഗിന്റെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഏരോ മാർക്ക് ഉണ്ടല്ലോ, ഏരോ മാർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രേഡിംഗിന്റെ ഒരു ചിഹ്നം ഉണ്ടാവും, ഒരു ലോഗോ കാണിക്കും, ബ്ലാക്ക് കളർ. ഇതാ ഏറ്റവും ഡൗണില് കണ്ടോ, ഏറ്റവും താഴത്തെയാണോ ഈ ലൈന് കണ്ടോ, ഞാനിപ്പോ ഡ്രാഗ് ചെയ്യുന്ന ലൈന്, അതില് ഒരു ലോഗോ കണ്ട, ഒരു വൈറ്റ് ഡോട്ടുള്ള ഒരു ബ്ലാക്ക് ലോഗോ. ആ പ്ലസിന്റെയും ഏരോ മാർക്കിന്റെയും സെൻട്രലായിട്ടൊരു ലോഗോ ഉണ്ട. ഏതാ? ടി വി. അതൊന്ന് ക്ലിക്ക് ചെയ്താല് ഇതേപോലെ വരും. അത് തൊട്ട് കഴിഞ്ഞാല് അതില് ആ പേപ്പർ ട്രേഡ് എന്നുള്ളത് ടച്ച് ചെയ്താല് ലോഗൗട്ടിന്റെ ഓപ്ഷൻ വരും. എന്നിട്ട് അത് ലോഗൗട്ട് കൊടുക്കാം, ലോഗൗട്ട് ആവും. ഓക്കെ, യെസ്, ഓക്കെ. നിഫ്റ്റിന്റെ ചാർട്ടിലെ ഇന്നൊരു ബൈ വന്നിട്ടുണ്ട് ലാസ്റ്റ് ക്യാൻഡിൽ. നിഫ്റ്റിയുടെ ചാർട്ടിൽ ബൈ വന്നിട്ടുണ്ട് ലാസ്റ്റ് ക്യാൻഡിൽ. നിഫ്റ്റി ചാർട്ട് ബൈ വന്നിട്ടുണ്ട്. ലോ വോളിയം പറയുന്നുണ്ട്, ലോ വോളിയം ആണ്. ലോ വോളിയം കോൺഫ്ലിക്റ്റ് ആണ്, എക്സ്ട്രീം ആണ്. പക്ഷെ ഇത് ഓപ്പണിംഗ് ആരോട് ഇത് കേറും, എന്നിട്ട് ഇറങ്ങൂല, ഇത് കേറും. 1% റിസ്കേ ഉള്ളൂ. റിസ്ക് 1% ഉള്ളൂ. അലൈൻഡ് ആയിട്ടില്ല. അലൈൻഡ് ആവാൻ സമയം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ആ സമയം ക്ലോസ് ആയില്ല, സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ രണ്ടിലും ബൈ ആണ്. അവിടെ ഓൾമോസ്റ്റ് എക്സിറ്റ് ആയിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇത് ഓപ്ഷൻ അല്ല കേട്ടോ, ഓപ്ഷനിലേക്ക് വരുന്ന സമയം ഇതിപ്പോ ഫുൾ മാർക്കറ്റ് ആണ് നിഫ്റ്റിയുടെ. ഓപ്ഷൻ ഇപ്പൊ എത്രയിലാണ് ക്ലോസ് ആയത്? അതായത് 24.78 ആണ്. അതായത് ഏകദേശം ഇപ്പൊ 24,100 അല്ലെങ്കിൽ 50 കോൾ എടുക്കണം. അതായത് 24,100 നോക്കുമ്പോ അവിടെ സെല്ലാ ഉള്ളത്. കോളല്ല, പുട്ട് നോക്കാം. പുട്ടില് ബൈ വന്നിട്ടുണ്ട്. ഓക്കെ, 24,100 കേട്ടാ. ഈ എൻട്രി നമുക്ക് എടുക്കാൻ പറ്റുമോന്ന് ചോദിച്ചാൽ ഇത് എടുക്കാൻ പറ്റും. ഈ എൻട്രി നാളെ എടുക്കാൻ പറ്റും. ഇത് ഓപ്ഷനാണ്. നിഫ്റ്റി 50-ലെ പുട്ട് 24,100. മാർക്കറ്റ് നാളെ താഴോട്ട് പോകണോ? ഇവിടെ ഇത് ഓൾറെഡി ഒരു എൻട്രി വന്നിട്ടുണ്ട്, ഒരു ബൈ എൻട്രി 104 ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. ഇത് ഇവിടെ സ്റ്റോപ്പ് ആയതാണ്.
ബിയറിഷ് ആയിരിക്കുന്ന ആളല്ലേ? ഏഹ് ബിയറിഷ് മൊമെന്റ് ആയിരിക്കുന്ന ആളല്ലേ? ബിയറിഷ് മൂവ്മെന്റ് ഇവിടെ ഒരു ഇതാണ് കാണിക്കുക, അറിയില്ല. മാർക്കറ്റ് ഓപ്പൺ ആവണം, ഒരു സെല്ല് കഴിഞ്ഞിട്ട് ലോ വോളിയത്തിലുള്ള ഒരു മാർക്കറ്റാണ്. TP1 എത്തിയിട്ടായിരിക്കും ഇവിടുന്ന് റിട്ടേൺ അടിക്കൽ. ചില ഈ ഒരു ഏരിയ സപ്പോർട്ട് ഉണ്ട്. ഓ ശരി, ഓക്കെ. ഈ ഒരു ഏരിയ ഇതിപ്പോ സെല്ല് ബൈ ആണ്. വന്നിട്ടില്ലല്ലോ ഇവിടെ. ബൈ വന്നിട്ട് ഇതില് പുട്ടില് ബൈ വന്നിട്ടില്ലല്ലോ. ഫുട്ട് എത്രയാണ് നിങ്ങൾ എടുത്തത്? ഞാൻ 100 എടുത്തത്. ഞാൻ 24,100 കാണാം, എനിക്ക് കാണുന്നില്ല. 24,100 ഞാൻ എടുത്തത്. ഇതാ ബൈ ഒരു മിനിറ്റ്, നിങ്ങളെ ഫുട്ടിൽ തന്നെയാണ്. ഇപ്പൊ മാർക്കറ്റ് ഉള്ളത് 78-ലാണ്. 50-ൽ എടുക്കുമ്പോഴും ഓക്കെ ബൈ തന്നെയാണ്. ഓക്കെ ഞാൻ 1 മിനിറ്റിലാണ്. സോറി 1 മിനിറ്റ് ആണ് കേട്ടോ. അതാണ്. സോറി സെൽ തന്നെയാണ്. ഞാൻ 1 മിനിറ്റിലാണ്. സോറി 100% കൺഫേംഡ് അല്ല, ഒരു റിസ്ക് ആണ് നാളെ എടുക്കുന്നത്. അല്ല, ഇത് എടുക്കണ്ട, ഇത് വേണ്ട, ഇത് ഓൾറെഡി കണ്ട. ഇത് TP1 നേരത്തെ എത്തിയതാണ്, ഇത് കംപ്ലീറ്റ് ആയതാണ്. ഈ ഒരൊറ്റ ക്യാൻഡിൽ ഇത് കംപ്ലീറ്റ് ആയത്. ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ വിക്കറ്റ് കംപ്ലീറ്റ് ആയ ക്യാൻഡിൽ പിന്നെ ഈ രീതിയിൽ മൂവ്മെന്റ് ആണെങ്കിൽ ഇതിവിടെ അടുത്ത വെയിറ്റ് ചെയ്യാം, നല്ല ബൈ ഒക്കെ കിട്ടും. അതായത് ഇതിപ്പോ ഇവിടെ ഒരു സപ്പോർട്ട് ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല മൂവ്മെന്റ് ഉണ്ടാവും. ഈ ഒരു ഏരിയ ബ്രേക്ക് ആവണം. ഇവിടെ ഒക്കെ സപ്പോർട്ടാ. ഈ ഒരു ഏരിയ ബ്രേക്ക് ആകാതെ, അഥവാ ഈ ഏരിയ ബ്രേക്ക് ആണെങ്കിൽ താഴേക്കും വരും. അപ്പൊ ബൈ എടുക്കുന്ന സമയം നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ ബൈ എടുക്കാം. അതായത് ഞാൻ ഇതൊക്കെ ഓപ്ഷൻസ് പറഞ്ഞിരുന്ന സമയം, അതായത് ഇതൊക്കെ ആ രീതിയിൽ തന്നെ എടുക്കാം. SL മുഖ്യം. അതായത് ഇപ്പൊ SL ഇവിടെ വെച്ചുകൊണ്ട് ഇത്ര വെച്ചുവിടും, ഈ ഒരു പോയിന്റിലെ വെച്ചുവിടും SL. ഓക്കെ, എന്നിട്ട് എന്താക്കണം, ഇവിടം വരെ നമുക്ക് സപ്പോർട്ട് ഏരിയയിലേക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ വന്ന് സപ്പോർട്ടിന് പോകുന്ന ഏരിയ ആണ് ഇത്. ഈ 2 ഏരിയ ബ്രേക്ക് ചെയ്താലേ മാർക്കറ്റ് ഇതിന് പുറത്തേക്ക് പോകും. ഓപ്ഷനിൽ ഇപ്പോൾ റിസ്ക് കീപ്പ് ചെയ്യുക, SL കീപ്പ് ചെയ്യാതെ ട്രേഡ് ഒരിക്കലും എടുത്തുകൂടാ. ഭയങ്കര മിസ്റ്റേക്കാണ് അത്, ഭയങ്കര മിസ്റ്റേക്കാണ്. 10% റിസ്ക് കീപ്പ് ചെയ്തിട്ട് തന്നെ ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസ്റ്റേക്കാണ്, ചെറിയ മിസ്റ്റേക്ക് അല്ല. SL കീപ്പ് ചെയ്ത ആദ്യം SL കീപ്പ് ചെയ്യുക, എന്നിട്ട് മാത്രം പ്രോഫിറ്റ് കീപ്പ് ചെയ്താൽ മതി. ആദ്യം എല്ലാവരും ചെയ്യില്ല, ആദ്യം ടാർഗറ്റ് വെക്കും, എന്നിട്ട് SL പോകും. അപ്പൊ എന്താവും, SL ഒരു മൈനസിലേക്കാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു നമ്മളെ ഗോൾഡിലെ ഈ ട്രേഡിലൊക്കെ പല ആൾക്കും ലോസ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ പല ബ്രോക്കറിലും SL വെച്ചിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. SL വെച്ച SL ഹിറ്റ് ചെയ്യാതെ നന്നായിട്ടുണ്ടായി, അത് ബ്രീച്ച് ആയിട്ട് പോയിട്ടുണ്ട്. പല ആൾക്കും ഉണ്ടായിട്ടുണ്ട്. SL വെച്ചിട്ടുണ്ടായിരുന്നു പല ബ്രോക്കറിലും. SL അടിക്കാതെ അതൊന്നായി ഫുൾ ക്യാപിറ്റൽ ഫുൾ ലോസ് ആയിട്ടുണ്ട്. അതൊക്കെ ഒരു ബ്രോക്കറിന്റെ ബാക്ക് എൻഡിൽ വരുന്ന പ്രശ്നങ്ങളാണ്. ബ്രോക്കർ അത്രേ ഉള്ളൂ, ഓരോ ബ്രോക്കറിന്റെ പ്രശ്നങ്ങളാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അത്രയും പറയാൻ പറ്റും. അതിൽ ചില അടുത്തൊരു പെട്ടെന്നൊരു ഇങ്ങനത്തെ മൂവ്മെന്റിലും വരുമ്പോൾ ചില ബ്രോക്കറിലൊന്നും എൻട്രി എടുക്കാൻ തന്നെ പറ്റൂല, ബൈ എടുക്കാൻ തന്നെ വിടൂല. നിങ്ങൾ എത്ര എൻട്രി കൊടുത്താലും എൻട്രി വരൂല, ഓർഡർ ആവൂല. ചില ബ്രോക്കർ അങ്ങനെ ഉണ്ട്. അതേപോലെ SL വെച്ച് കഴിഞ്ഞാൽ SL ഒന്നും ആവൂല, SL ഹിറ്റാവാതെ ഫുള്ള് പോകും. ഈ ഒരു ഏരിയയിലൊക്കെ SL ഹിറ്റാവാത്ത ആൾക്കാരെ എമൗണ്ട് എല്ലാവരെയും വാഷ് ഔട്ട് ആയിട്ടുണ്ടാവും. $1,00,000 എല്ലാവരെയും കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും. ക്ലോസ് ആക്കാൻ പോലും കഴിയില്ല. അവര് അത് നോക്കാതെ ഇട്ട് പോയാലല്ലേ, കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ എക്സിറ്റ് ആവാലോ. എക്സിറ്റ് ആവാനും പറ്റൂല, എക്സിറ്റ് ആകത്തില്ല സാറേ, ഹൈഡായി പോകും, ഇതായി പോകും. ഇന്ന് നമ്മളൊരു ക്ലയന്റിന്റെ $1,000 പോയിന്റ് ഇതേപോലെ ആള് 130 എന്ന് വെച്ചതാണ്. $130 SL വെച്ചു ഈ ട്രേഡിൽ. ഈ ട്രേഡ് എടുത്തരാം $130 SL വെച്ചു. അപ്പൊ ഞാനുണ്ട് മാർക്കറ്റിൽ, ഞാനും ഉണ്ട്, എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് SL എനക്കും SL ഹിറ്റായി, എന്റെ SL ഇവിടെ തന്നെ സെയിം, അതായത് 71 എന്റെ SL ഹിറ്റായി. ഓൺ ദി സ്പോട്ടിന് ഈ ട്രേഡ് വന്നിട്ട് ഞാൻ ഇതിൽ കയറി ഓർഡർ, എനിക്ക് എൻട്രി ചെയ്യാൻ പറ്റി. ആളെ SL ഹിറ്റായിട്ടും ഇല്ല, ഒരൊറ്റ പോക്ക് മാർക്കറ്റ് ആൾക്ക് എൻട്രി ചെയ്യാനും പറ്റിയിട്ടില്ല.
പക്ഷെ എനിക്ക് എന്തായാലും ഞാൻ സ്പോട്ടിൽ എൻ്റെ SL അടിച്ചു. എനിക്ക് ഓൾറെഡി അടുത്ത ഞാൻ എന്താക്കി ലോഡ് ചെയ്തു, ഞാൻ കയറി പെട്ടെന്ന് SL വെക്കുകയും ചെയ്തു. എൻട്രി അവറോട് ഇത് എന്തായാലും കംപ്ലീറ്റ് ആയി ട്രേഡ്. പ്ലാറ്റ്ഫോം കംപ്ലൈന്റ് വരുമ്പോഴാണ് വരുന്നല്ലേ? ഏതാണ് പ്ലാറ്റ്ഫോമിന്റെ ഓരോരോ ബ്രോക്കറിന്റെ പ്രശ്നമാണ്. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ സാറേ എ ബുക്ക് ബ്രോക്കർ തന്നെ മാത്രം എ ബുക്കും മിനിയും ഇതും ഈ ബുക്കും ആയിരിക്കും പലരും. സാറ് പറഞ്ഞ വോയിസ് ക്ലിയർ ആണല്ലോ സാറേ. സാറേ അതായത് എ ബുക്ക് ബ്രോക്കർ എന്ന് നമ്മളോട് പറയും, അത് മാത്രമായിരിക്കും അവര് ചെയ്തിരിക്കുന്നത്. മിനിക്കും മൈക്രോയ്ക്കും ഇവന്മാര് ബി ബുക്ക് ബ്രോക്കർമാരാണ്. അതായത് നമ്മുടെ കാശ് ഇവന്മാർക്ക് ഇവന്മാർ അവിടെ ഇത് ചെയ്തു, നമ്മുടെ ലോസ് ഇവന്മാരുടെ ബ്രോക്കർ. അതാണ് അതുകൊണ്ടാണ് സാറ് പറയുന്നത് എ ബുക്ക് ബ്രോക്കേഴ്സ് മാത്രം ചെയ്യുക. സാർ പറയുന്നത് എ ബുക്ക് ബ്രോക്കേഴ്സിന്റെ ലിസ്റ്റുകൾ തരുന്നില്ല. വസീം സാറ് പറയുന്ന അതെടുക്കുന്നതല്ല അന്നേരം. ഏതാണ് അതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. വസീം സാറ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രോക്കർ അതെടുക്കുന്നതല്ലേ അല്ല? ഞാൻ ചെയ്യുന്നത് ബിനാൻസ് മാത്രമാണ്. അതിനകത്ത് ഈ പ്രശ്നം മാനിപ്പുലേഷൻ ഉണ്ടോ സാറേ? അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ഇതുവരെ ആയിട്ടില്ല, 6 കൊല്ലമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ അത്രയും നോക്കിയിട്ട് എടുത്തതാണ്. ബിനാൻസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഞാനത് നിർത്തിയതാണ്. എനിക്ക് നമ്മൾ ഈ ബ്രോക്കറിന്റെ കേസ് പറഞ്ഞ് ലാസ്റ്റ് ഫുള്ള് ബ്രോക്കറിന്റെ ചർച്ചയായി പോയി. എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ബിനാൻസ് ഉപയോഗിക്കുന്നതാണ്, അപ്പൊ പ്രശ്നമില്ല. ഞാൻ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. അല്ല സാറേ, എ ബുക്ക് ബ്രോക്കേഴ്സ് നല്ല ബ്രോക്കേഴ്സ് ഉണ്ട് സാറ്, അന്ന് ഇതിനകത്ത് കാണിക്കണില്ല. അതൊക്കെ നല്ല ബ്രോക്കേഴ്സ് ആണ്. ഇതിൽ പെപ്പർ സ്റ്റോണും ഞാൻ അടുത്ത പെപ്പർ സ്റ്റോണും പറയും. ഞാൻ പെപ്പർ സ്റ്റോൺ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഇന്റർനാഷണൽ നല്ല നല്ല ബ്രോക്കർ. അതായത് ഇതിലൊന്നും അതായത് പെപ്പർ സ്റ്റോൺ നല്ല ബ്രോക്കറാ, ഉപയോഗിക്കാം, ധൈര്യമായി ഉപയോഗിക്കാം. ഈ ഒരു പ്രശ്നം, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും അതിൽ വരൂല. പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് എടുത്താൽ മതി. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോർ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ബ്രോക്കർമാരൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യേണ്ടത് അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളിൽ നോക്കാം, ഏതായിക്കോട്ടെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് എന്താക്കാം. നിങ്ങൾ ഇനി ബ്രോക്കർ ഏതൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, പേഴ്സണൽ ഒന്ന് ചോദിക്കും. ഇങ്ങനത്തെ ബ്രോക്കർ ഉണ്ട്, ഞാൻ തരും, പറഞ്ഞുതരും. വെച്ചാല് എല്ലാം ശരിയാവണം, ഒന്ന് മാത്രം നമ്മൾ ശരിയായാൽ പോരാ. നമ്മൾ എല്ലാ റൂട്ടും റെഡി ആയിട്ടുണ്ടാവും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൈനസ് ആയിരിക്കും. അതായിരിക്കും ഇതിന്റെ ലോസിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ട്രേഡിങ്ങിനകത്ത് ഈ പ്ലാറ്റ്ഫോം ഒരു മെയിൻ ഘടകമല്ലേ സാറേ? ഇതാണ് അതിന്റെ മദർ പോയിന്റ്. നമ്മൾ എല്ലാ സ്ട്രാറ്റജി ആക്കിയിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ അല്ലെങ്കിൽ പോയി എല്ലാ കഴിവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് ചെയ്യുന്നതിനകത്തില്ല. അപ്പൊ അത് കറക്റ്റ് അല്ലെങ്കിൽ പോയില്ലേ സാറേ? 100% പോയി സാറേ, 100% പോയി. അതെ. പെപ്പർ സ്റ്റോൺ നമുക്ക് നല്ലതാണ്. നല്ലൊരു പ്ലാറ്റ്ഫോം എടുക്കാം സാർ, പഠിച്ചതിന് ശേഷം. അത് ഞാൻ പറഞ്ഞത് ഏതാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ, എല്ലാം ടാക്സ് എല്ലാം കൊടുത്തുകൊണ്ട് ഒരു പ്രശ്നമൊന്നും അങ്ങനത്തൊന്നുമില്ല. ഇതാ ഇവിടെ ഡെൽറ്റ ഉണ്ട്, എല്ലാം ചെയ്യാം. ഗോൾഡ് ചെയ്യാ, ഇന്ത്യൻ മണി തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാ. നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അതില് ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് കയറും. എന്നാലും പ്രോഫിറ്റ് തന്നെയാണ് അത്. എന്നാലും പ്രോഫിറ്റിലെ ഇതെന്നാവും, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് തന്നെയാണ്. നമുക്ക് നമ്മൾ ആലോചിക്കേണ്ട അത്രയേ ഉള്ളൂ. ഡെൽറ്റ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ആ രീതിയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും എന്താണെന്നുള്ളത്. പ്രശ്നമൊന്നുമില്ല. ഇതിലുള്ള എല്ലാ ബ്രോക്കറും നല്ല ബ്രോക്കേഴ്സാണ്. ഇതിലുള്ളതെല്ലാം നല്ലതാണ്. ഇതിലുള്ള എല്ലാ ബ്രോക്കേഴ്സും മാനിപ്പുലേഷൻ കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഇതിനെ എത്തിച്ചൂടാ. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിക്കുന്നവർക്കൊന്നും ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇന്ത്യൻ ബ്രോക്കേഴ്സ് ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ആരും കേൾക്കാത്തതും ആരും പറയാത്തയും പേരിലുള്ള ബ്രോക്കേഴ്സ് എടുക്കണ്ട. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഹലോ ബോസ്, ഈ എക്സ്എൻഎസ് നല്ല ബ്രോക്കർ അല്ലേ? എക്സ്എൻഎസ് ഒക്കെ നല്ല ബ്രോക്കർ തന്നെയാണ്. ഇപ്പൊ അതിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് മാർക്കറ്റില്, കുറച്ചായി. അതാണ് പറഞ്ഞത്. അവര് എ ബുക്ക് ബ്രോക്കർ ആയിരിക്കും, മൈക്രോയും മിനി ബി ബുക്ക് ആയിരിക്കും. യെസ്, എക്സ്എൻഎസ് മെയിൻ, അതാണ് പ്രശ്നം. എക്സ്എൻഎസ് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എക്സ്എൻഎസ് ഉപയോഗിച്ചതാണ്, പ്രശ്നങ്ങൾ കണ്ടറിയാൻ നന്നാക്കിയതാണ്, ഒഴിവാക്കിയതാണ്.
ബാക്കി എല്ലാത്തിലും വരുന്ന പ്രശ്നങ്ങൾ എക്സലിൽ വരുന്നത്. പലയാൾക്കും പല പ്രശ്നങ്ങളാണ്. ചിലയാൾക്ക് വിഡ്രോല് കിട്ടുന്നില്ല, ചിലയാൾക്ക് ഇതേപോലെ എക്സൽ എക്സിറ്റ് വെച്ചിട്ട് അടിക്കാത്തതുണ്ട്. കാർഡിന്റെ കഥ പറയുന്നവര് ഏഹ് കാർഡിന്റെ നമ്പർ അയച്ച് അതന്നെ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. എക്സലിലും പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും ഗൂഗിളിലും അവിടെ ഇവിടെയും ChatGPT അയച്ചു കഴിയുമ്പോൾ എ ബുക്ക് ബ്രോക്കർ ആണോ എന്ന് ചോദിക്കുമ്പോൾ എ ബുക്ക് ബ്രോക്കർ ആണെന്ന് പറയും. പക്ഷെ ഇത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ മെഗായാന്ന് മാത്രം ആരും ശ്രദ്ധിക്കുന്നില്ല. മൈക്രോയും മിനിയും ഇവന്മാര് ഈ ബുക്ക് ബ്രോക്കറിലാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ട് MT5 എന്തുകൊണ്ട് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും കിട്ടുന്നില്ല? അതെ ഞാൻ ചോദിക്കാൻ വന്നത് സാറിന്റെ അത്. യെസ്, എന്തുകൊണ്ടത് കിട്ടുന്നില്ല? അതായത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. MT5 നമ്മൾ തേർഡ് പാർട്ടി ത്രൂ ഡൗൺലോഡ് ആക്കണം, ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡൗൺലോഡ് ആക്കണം. തേർഡ് പാർട്ടി ത്രൂ ഡൗൺലോഡ് ആക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സെക്യൂർഡ് അല്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ്. ഓ ശരി. ഇത്രയും വലിയ, അതായത് ഇത്രയും വലിയൊരു സോഫ്റ്റ്വെയറിന് ഇത്രയും വലിയൊരു സംഭവമാണെങ്കിൽ അത് ഇന്ത്യയിൽ സെക്യൂർ ആയിട്ട് ഇറക്കാൻ എന്താ അവർക്ക് ഇത്ര പണി? ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ലോകത്തൊറ്റ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പൊ ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു യൂസറിന് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചിലത് കിട്ടണമെങ്കിൽ പ്രീമിയം തന്നെ എടുക്കണം. ഞങ്ങളുടെ യൂസേഴ്സിന് പ്രീമിയത്തിന്റെ ആവശ്യമില്ല. അതായത് ട്രേഡിംഗ് തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ ചില സാധനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ പ്രീമിയം എടുത്തേ പറ്റൂ, അങ്ങനത്തെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ വെക്കണമെങ്കിൽ ഇപ്പോൾ ഇതില് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് ഇതേപോലത്തെ ബിനാൻസും ഇങ്ങനത്തെ വലിയ വലിയ ബ്രോക്കേഴ്സ് ആണ് ട്രേഡിംഗിന്റെ പാർട്ട്ണർഷിപ്പിലുള്ളത്. ഓക്കെ, ഈ പാർട്ട്ണർഷിപ്പിലുള്ള ബ്രോക്കേഴ്സിന്റെ പേരൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും. ഞാൻ പൊതുവെ എന്റെ ഒരു കയ്യിൽ വരുന്ന കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കുന്നതാണ്. എല്ലാം റെഡിയാവണം. ഹലോ ബോസെ, ഒരു സംശയം ചോദിച്ചോട്ടെ ബോസെ? എനിക്ക് ഒരു ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാപ്പിൽ എങ്ങനെയാണെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്, മനസ്സിലാക്കേണ്ടതെന്നുള്ളത്? ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. നിങ്ങൾ സപ്പോർട്ട് എല്ലാ ഏരിയ സപ്പോർട്ട് ആക്കി പറയുന്നതാണ്. സപ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇതേപോലെ താഴെ കൂടുതൽ വരണം. താഴേക്ക് ബിയർഷ് താഴെ പോകണമെങ്കിൽ താഴെ സപ്പോർട്ട് കിട്ടണമല്ലോ, പുള്ളിച്ചിന്റെ ഫുൾ പവർ കിട്ടണമല്ലോ താഴെ. അതെ മാർക്കറ്റ് ബൈസ് ഇല്ല, ബൈസ് സെല്ലേഴ്സ് ആണ് മാർക്കറ്റ്. അതാണ് ഈ ഏരിയ സപ്പോർട്ട് ആയി ഏരിയയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ബോസ്, അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? അത് ചെറിയൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടല്ലേ ഉള്ളൂ, അത് പെട്ടെന്ന് ഡൗൺ ആവാൻ ചാൻസ് ഇല്ലേ? ഇതെങ്ങനെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ നടുക്കിലേക്ക് ഈ ഒരു ഏരിയ ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊരു ഒരു 2 ക്യാൻഡലിന് 3 ക്യാൻഡിലല്ലേ ഉള്ളൂ, അതാണ് എനിക്ക് ഡൗട്ട്. അപ്പൊ ഈ ഒരു ഏരിയ സപ്പോർട്ട് പോയത് അതായത് നമുക്ക് പറയാൻ കാരണം അവിടെ സപ്പോർട്ട് എടുത്തു പറയാൻ കാരണം മാർക്കറ്റ് ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ ചെറിയൊരു സപ്പോർട്ടിന് വരാതെ നേരെ പോയാണ് കുഴപ്പമില്ലെന്നറിയാം. ഇവിടുന്ന് വന്ന് ഇവിടെ ചെറിയൊരു സെല്ലിലേക്ക് വരുന്ന രീതിയിൽ മാർക്കറ്റ് വന്ന ഒരു സപ്പോർട്ട് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ഉണ്ട്. അതെടുത്തിട്ടാണ് മാർക്കറ്റ് വിലക്ക് വരുന്നത്. അപ്പൊ അതിവിടെ എടുത്തില്ലെങ്കിൽ ഈ മാർക്കറ്റിന് ഇവിടെ സപ്പോർട്ട് വന്നു. അതായത്
അപ്പൊ അവിടെ നിർത്തൂല, നല്ലൊരു ലോങ് പൊസിഷൻ ആയി അത്. ഉം. ബോസെ വേറൊരു സംശയം, നമ്മളിപ്പോ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ അല്ലേ, ഈ 1 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവണോ അതോ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ വേണോ ക്ലോസ് ആവേണ്ടേ? അതായത് 1 മിനിറ്റിന്റെ നോക്കിയിട്ട് നമ്മൾ ക്യാൻഡിൽ ബ്രേക്ക് ആവണമെങ്കിൽ അത് വെച്ചിട്ട് കൺഫർമേഷൻ എടുക്കാൻ പറ്റൂല. ഓക്കെ. പ്രീവിയസ് ഹൈ എന്ന് പറയുമ്പോ ഇനി ഹൈയിലാണ്. അപ്പൊ ഇനി മുകളിലോട്ട് പോകാനാണ് ചാൻസ്, 90% മുകളിലോട്ട് പോകാനാ ചാൻസ് ഇല്ലേ? ഓക്കെ 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 ഓക്കെ. 5000 ഓടി 4000 വന്നതാ, 3976 കണ്ടു വന്നതാ. കേറി വന്ന ഇല്ലില്ല, എത്തിട്ടില്ല. അപ്പൊ ബോസെ നമ്മൾ എസ് എൽ വെക്കേണ്ടത് അതായത് ബോഡിക്ക് താഴെയാണോ അതോ വിക്കിന് താഴെയാണോ എസ് എൽ വെക്കേണ്ടേ? വിക്ക് കൺസിഡർ ചെയ്യണ്ട അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. ഓക്കെ. ഓക്കെ ഓക്കെ. ബോസ് ഈ എക്സോസ്റ്റ് കാണിക്കുന്ന റീറ്റെയിൽ ഫ്ലോ വരുമ്പോഴല്ലേ എക്സോസ്റ്റ് കാണിക്കുന്നത്?
ആക്ഷൻ നടക്കുന്നുണ്ട്. അത് വയ്യാവോ ഉള്ളാവോ ആ നമുക്ക് കൺഫേം ആയിട്ടില്ല. അത് ഓക്കെ. അവിടെ എന്ത് ആക്ഷൻ ആണെന്ന് വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ. അപ്പൊ ക്യാൻഡിൽ, അതായത് ക്യാൻഡിൽ നമ്മൾ മനസ്സിലാക്കണം ഏതാണെന്ന് വരുന്നതെന്നുള്ളത്. നമുക്ക് അതുകൊണ്ടാണ് എക്സിറ്റ് ആകാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇവിടെ സപ്പോർട്ട് ഏരിയ ഉണ്ടായി, ആ സപ്പോർട്ട് സപ്പോർട്ട് ഫോം ആയപ്പോ അത് എക്സിറ്റ് കാണിച്ചു. എക്സിറ്റ് ആകാൻ പറഞ്ഞു. പിന്നെ അവിടെ ഹോൾഡ് ചെയ്യണം. അതെ അതെ. ഓക്കെ ബോസ്. ഓക്കെ ഓക്കെ, താങ്ക് യു ബോസ്. ഒരു തുടക്കക്കാരനായ ഒരു ട്രേഡർക്ക് എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ $100 $100 ലക്ഷം. എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? $100 അതിന് $3 മാസം $100 കളയാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ യഥാർത്ഥ ട്രേഡറാണ്. $100 സാറ് ഗോൾഡിലാണ് ഉദ്ദേശിക്കുന്ന $100? ഗോൾഡിൽ $100 ഇട്ടാൽ പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോകും സാർ. അത് ശരി. ആ ബ്രോക്കർമാർ സെറ്റ് ചെയ്യുന്ന സ്പ്രെഡുകളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ചില ബ്രോക്കർ സ്പ്രെഡ് ഉണ്ടാവും. ഒരു ക്യാൻഡലിന്റെ ബിനാൻസിന്റെ ഒരു ക്യാൻഡലിന്റെ മൂവ്മെന്റ് ആയിരിക്കില്ല അപ്പുറത്തെ ക്യാൻഡലിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ക്യാൻഡലിൽ $5 ലോസ് ഉണ്ട്. അല്ല, എന്നോട് കുറെ ആള് പറഞ്ഞത് ഒരു $1000 ഇല്ലെങ്കിൽ ഇതിനൊക്കെ ഇറങ്ങിയിട്ട് കാര്യമില്ല. അതാ ഞാൻ ഇതുവരെ അനങ്ങാതെ ഇരുന്നത്. ഇപ്പൊ സാറ് ഇത് കേട്ടതിന് ശേഷമാണ് ഇതിനോടൊരു താല്പര്യം വരാൻ കാരണം. ഏത് സാർ? ക്ലിയർ ആയില്ല. ആ അങ്ങനെ. സാറിന്റെ വോയിസ് ഒരു ക്ലിയർ ആയിട്ട്. അല്ല, സാറിൻ്റെ ഞാൻ ഇപ്പൊ 2 ദിവസമായി ക്ലാസ് കേൾക്കുന്നത്. പക്ഷെ സാറിന്റെ ഇത് നോക്കുന്ന സമയത്ത് തോൽക്കാൻ സാധ്യത കുറവാണ്. അല്ല, ഒന്നുമില്ല. ലോസിന്റെ ലോസ് $100 നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടമാവണമെങ്കിൽ 100 ട്രേഡ് ലെസ്സിലെത്തിക്കണം. സാറ് ഞാൻ ഇന്നലത്തെയും ക്ലാസ്സിൽ സാറ് ഇത് ഞാൻ ഡെമോയിൽ എടുത്തിരുന്നു. ഡെമോ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഈ നമ്മളെ മെറ്റാ ട്രേഡർ 5 ഇല്ലേ, അതിൽ എനിക്ക് ഡെമോ ഉണ്ട്. അന്നേരം അതിൽ ഞാൻ സാറ് പറയുന്ന സമയത്ത് എൻട്രി എടുത്തിട്ടുണ്ട്. അന്നേരം എല്ലാം പ്രോഫിറ്റിൽ തന്നെയാണ് ഉണ്ടായത്. അതാ ഞാൻ പറയാൻ. പക്ഷെ അത് റിയൽ ആകുമ്പോ കിട്ടുമോന്നുള്ളതേ ഒരു പേടിയില്ല. സാർ ഒരു ബുള്ളിഷ് ഫോം ചെയ്തിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാല് സപ്പോസ് നമുക്ക് എൻട്രി എടുക്കാം. ഞാൻ എൻട്രി എടുക്കും. ഇത് നല്ലൊരു കൺഫർമേഷൻ ആയി. ഏരിയ ഏകദേശം ഈ അടുത്ത ക്യാൻഡിൽ കൂടി ഒരു കൺഫർമേഷൻ കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ. അടുത്തൊരു ക്യാൻഡിൽ ഒരു കൺഫർമേഷൻ ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഒരു കൺഫർമേഷൻ കൂടി എടുക്കാന്നുള്ളത്. ഇത് പറഞ്ഞെങ്കിൽ നോർമൽ ക്യാൻഡിൽ ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ടാവും, റോക്കറ്റ് വന്നിട്ടുണ്ട്. അടുത്തൊരു ക്യാൻഡിലെ കൺഫർമേഷൻ കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓവർ ട്രേഡ് ആണ്. ഇതുപോലെ മാനുവലി അറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഒരു മുഴുവൻ ഫോമായി ബൈയൊക്കെ പ്രൈസ് ചെയ്യാം. നമുക്ക് ചെറിയൊരു ബൈ എടുത്തുകൊണ്ട് അടുത്ത ക്യാൻഡിൽ എവിടത്തേക്കാണോ കിട്ടണം, നല്ലൊരു കൺഫർമേഷൻ കിട്ടും. ക്യാൻഡിൽ എവിടത്തേക്കാണ് ക്യാൻഡിൽ കംപ്ലീറ്റ് ആണ്. ബ്രേക്കാണെങ്കിൽ മാർക്കറ്റ് മേലേക്ക് പോകും.
ഇന്നലെ എല്ലാവർക്കും ഇന്നത്തെ ടാർഗറ്റ് $5 പറഞ്ഞു. നമുക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞ ആൾക്കാരുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നത് $5 ആരെങ്കിലും വയ്ക്കാൻ നോക്കില്ല. $5 $2 ലോസ് ആരെങ്കിലും ഞാൻ $5 നേടി സാറേ. $5 അല്ല 581 രൂപ. ചെയ്യാൻ കിട്ടിയാൽ മതി. പ്രാക്ടീസ് ചെയ്യാൻ കാര്യങ്ങൾ പഠിക്കാൻ വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും സ്വയം വിചാരിക്കുന്ന ആരും വിചാരിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞാൽ കാര്യങ്ങൾ ചെയ്താലേ പറ്റും. നിങ്ങൾ വിചാരിക്കും, എല്ലാവരും വിചാരിക്കും പഠിക്കുന്ന വിചാരിച്ചാൽ പഠിക്കാം. പക്ഷേ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത സാധനം പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കില്ല. സാറേ ഡെമോയില് ഞാൻ $22 എടുത്തിട്ടുണ്ട് ഇന്ന് പ്രോഫിറ്റ് ഡെമോയില്. ഇത് പറഞ്ഞതിന് മേലേക്ക് $5 എടുത്തു. അതിനായാലും പ്രശ്നമാണ്. അതിലായിക്കൂടാ, അതിലായാലും പ്രശ്നമാണ്. നമുക്ക് ഒരു മാസം എടുത്തു എടുത്തു ഒരു നിങ്ങളൊക്കെ വായിക്കാൻ നിർത്തിക്കും. ഒരു മാസത്തിൽ കൂട്ടണ്ടേ ഉള്ളൂ. പിന്നെ ഒരു മാസം പിന്നെ ഒരു മാസം ഒരാഴ്ച കൊണ്ട് ഒരാൾ 150 ആക്കിയാൽ പിന്നെ 27 ദിവസം വൈകൂടാതെ ഒരു മാസം വെച്ച് കിട്ടി. ഈ $100 ക്യാപിറ്റൽ എന്നാ സാറ് പറയുന്നത്? $100 ക്യാപിറ്റൽ ഒരാൾ ഒരു മാസം 150 മേടിക്കും. ഓക്കെ ഓക്കെ. 150 എപ്പോഴും 150 മേടിച്ചാൽ അവിടെ നിർത്തിക്കോ. അവിടെ നിർത്താം. ഓക്കെ ഒരു മാസം പണിയില്ല. 2 മാസം ഇരുന്നു. അത് അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. വൺ മിനിറ്റിൽ എന്റെ ഇതിൽ നോക്കുന്ന സമയത്ത് അവിടെ ബൈ എൻട്രി വന്നിട്ടില്ലല്ലോ. മുന്നേ ഉള്ള എൻട്രി അല്ലേ? സപ്പോർട്ടിലോ ഇനി രക്ഷ പക്ഷേ ചാൻസ് കൂടുതൽ. ഗോൾഡ് സ്പോട്ട് $. ഈ മാർക്കറ്റിൽ ഗോൾഡാണ് ഏതിലെ മാർക്കറ്റ് ഗോൾഡാണ്. ഇന്നത്തെ മാർക്കറ്റിൽ ഇങ്ങനെ ഹൈയത്ത് ഒന്നും കൂടി അതിന്റെ ഹൈയത്ത് ചെയ്യാൻ നോക്കും. വേറെ മാർക്കറ്റുകൾ അതായത് ആദ്യം ന്യൂസ് ഭയങ്കരമായി സംഭവമായിട്ട് ചെയ്യാനും ഇതിലൊക്കെ കാണുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് ഒന്ന് BTC ആണ്. BTC ഓൾട്ടൈം വഴി അടിച്ചു ഫുള്ള് ന്യൂസ് വന്നിട്ടുണ്ടോ എല്ലാ സോഷ്യൽ മീഡിയയിലും. BTC 66,000 അടിച്ചു, 10 ഭയങ്കര സംഭവമാണ്. അല്ലാതെ ഏശാലത്ത് കുറെ ചെറിയ ചെറിയ ചോട്ടാക്കൊലൊക്കെ അടിക്കുന്നത് BTC അടിച്ചതിനൊക്കെ ഓൾട്ടൈം അടിക്കുന്നത് അതൊന്നും ഒരു ന്യൂസ് ആകുന്നില്ല. ഈ രീതിയിൽ ഇതൊക്കെ സിസ്റ്റത്തിന്റെ പുറത്തുള്ള സർക്കാർ സിസ്റ്റത്തിന്റെ അകത്തുള്ള സിസ്റ്റത്തിന്റെ
ഇല്ലാത്ത $1,000 $1,500. ഓഹോ, ഇപ്പൊ ഇവിടെ ഒരു എൻട്രി എടുക്കാല്ലേ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻട്രി പലയിടത്തല്ലേ ഇല്ലാത്ത ക്യാനിൽ പോകുന്നുണ്ട്. മന്ത്ലി ക്യാൻഡിൽ ഒരു 530 കാണുന്നുണ്ട് ഹൈ.
530. അത് ഒരു മന്ത്ലി ബിയറിഷ് ക്യാൻഡിലിന്റെ ബോഡിയാണ്. വിക്ക് ഞാൻ നോക്കിയിട്ടില്ല. ബോഡി 530 വരെ കിട്ടുന്നുണ്ട്. അത് മന്ത്ലിയിലും വീക്കിലിയിലും ഉണ്ട് കേട്ടോ. 30. എന്താ വെച്ചാൽ അതിന്റെ തൊട്ട് മുന്നത്തെ വീക്കിലുള്ള ക്യാൻഡിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് ബയേഴ്സ് ആ ലെവൽ വരെ കയറ്റിയിട്ടാണ് പിന്നെ അടുത്ത ക്യാൻഡിൽ ഫോൾ ആവുന്നത്. 530 അടുത്ത ക്യാൻഡിൽ ഫോൾ ആവുന്നത്. അപ്പൊ അവിടെ കാർഡ് നല്ലൊരു ആക്ടിവിറ്റി നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മന്ത്ലിയും വീക്കിലിയും കറക്റ്റ് വരുന്നുണ്ട്. എത്തും ട്രാപ്പ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോ SL എടുത്തിട്ടേ പോകും. അങ്ങനെയുണ്ട്. പക്ഷെ ആ ഒരു അഗ്രസീവ് ഇൻട്രസ്റ്റ് പോയിട്ട് കാണുന്നുണ്ട്. ആ ഒരു മൂവ്മെന്റ് പറഞ്ഞില്ലേ? ഒന്നാമത് നല്ലൊരു മൂവ്മെന്റ് തന്നില്ലേ? അതാണ്. പക്ഷെങ്കില് ന്യൂസ് എന്ന് പറയാൻ വേണ്ടിട്ട് ഇത് ഡൗ ജോൺസ് പോസിറ്റീവ് ആണ്, എല്ലാം പോസിറ്റീവ് ആണ്, ക്രൂഡ് ഓയിൽ പോസിറ്റീവ് ആണ്. എന്നാൽ ഗോൾഡ് വരുമ്പോൾ ക്രൂഡ് ഫോളോ ആവണ്ടേ? ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ് ആണ്. അതും കേറുന്നുണ്ട്. എത്തേറിയം കയറി. എത്തേറിയം 10% കയറി. 2090. ബിറ്റ്കോയിൻ 69 ടച്ച് ചെയ്തെന്ന് തോന്നുന്നു. $3976. ഇപ്പൊ 6%. ഓൾ ടൈം ഹൈ 1.21 അങ്ങനെ എന്തോ. അവിടെ ഒരു പമ്പിങ് കാണുന്നില്ല. ഞാൻ വേറൊരു ഇൻഡിക്കേറ്റർ നോക്കാറുണ്ട്. RSI നോക്കാറുണ്ട്. RSI ഇപ്പൊ ഒരു 46.5 ഉള്ളത്. RSI 50 ക്രോസ് ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പം പറക്കും. RSI വീക്കിലിയില് 46.7 ഉള്ളത്. 50 കടന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടും നമുക്ക്. എങ്ങനെ 46.5 ആ റേഞ്ച് കളിക്കല. വീക്കിലിയിലാണ്. വീക്കിലി ക്യാൻഡിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോണേ.
ഹലോ ബോസ്, നമ്മ കൂടെ പറഞ്ഞു തരുമോ RSI എന്താണെന്നുള്ളത്? നമുക്കറിയില്ല. അത് ട്രെൻഡ് മീൻസ് ഓവർ ബോട്ട് ഓവർ സോൾഡ് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെങ്കിൽ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ അതും 100% പെർഫെക്റ്റ് ഒന്നുമല്ല. അതെങ്ങനെ, ഏതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ നമുക്ക് എടുക്കാൻ പറ്റുമോ അതിന്ന്? RSI ഏതിന്റെയാണ്? അല്ല, നിങ്ങൾ ഇപ്പൊ ഉള്ള ഈ ഒരു ഇൻഡിക്കേറ്ററിൽ അതന്നെ നോക്കിയാൽ എന്റെ ഒരു അഭിപ്രായമാണ്. എല്ലാ ഇൻഡിക്കേറ്ററും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റണമെന്നില്ല. അല്ല, ഞാൻ മറ്റേ ഇത് പിന്നെ ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിട്ടിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. മീൻസ് സപ്പോർട്ട് റെഡും ഗ്രീനും നമ്മൾ എവിടെയാണ് ഓർഡർ ബ്ലോക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട്. ക്യാൻഡിൽ ഉണ്ട്. അതെ അതെ അതിപ്പോ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഫോം ആവുമോ? അപ്പൊ അത് ബെയറിഷ് ആണ്, അതാ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആണ്? റെഡായി. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ആകുമോ ബോസ് ഓർഡർ ബ്ലോക്ക്? ഓക്കെ. ഓക്കെ ബോസ്, താങ്ക്സ്. ഇവിടെ നിന്ന് കളിക്കുക.
മൂവ്മെന്റ് കുറവല്ലേ? $4,496.360. സ്ട്രോങ് അല്ല. ഗ്രീൻ കല്ലായി. ഓക്കെ എസ്എല്ലിന്റെ പ്രൈസ് എത്ര? എൺപത്തൊന്ന് 89. സെല്ലിംഗ് പ്രഷർ ഇല്ലല്ലേ? $92.
ക്ലോസ് ഇറ്റ്. റെഡ് ക്യാൻഡിലായല്ലോ അത്. അതെ അതെ അതെ. ഇതിന്റെ മേലെ സപ്പോർട്ട് ഒരു ഗിയർ കൂടി ഉണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഈ ക്യാൻഡിൽ സ്ട്രോങ് അല്ല ഈ ക്യാൻഡിൽ റെഡ് ഒരേ സെയിം. ഒരു കാര്യം താഴേക്ക് വരുന്നുള്ളത് പുള്ളി ശരിയാണ് ട്രെൻഡ് ഉള്ളത് ബൈ ട്രെൻഡ് തന്നെയാണ് ഇതുവരെ മാറിയിട്ടില്ല. ട്രെൻഡ് സെയിം തന്നെയാണ് എല്ലാവരും ട്രെൻഡൊക്കെ സെയിം തന്നെയാണ് മാർക്കറ്റിൽ. 1 മിനിറ്റിലും ബൈ ആയിട്ട് ഇതൊക്കെ കൺമുന്നിൽ കാണുന്നത് കൊണ്ട് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാല് സമാധാനത്തിരിക്കാം. അതുണ്ടല്ലോ സമാധാനത്തിരിക്കാല ഇതെല്ലാം കാണുന്നുണ്ട് എല്ലാം. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നേരത്തെ അടിച്ചു പോയി എല്ലാം പോയി ഇതൊക്കെ സംഭവിച്ചാണ്. രക്ഷാകവചം. ടെൻഷനോട് ടെൻഷനായിരിക്കും ഒരേ ടെൻഷൻ. ചില ആളുകൾ എടുക്കുന്നതൊന്നും ടെൻഷനിലേക്ക് അറിയാം. ഇതൊന്നുമില്ല. പച്ച കാണുമ്പോൾ ഓക്കെ റെഡിയായി റെഡ് വന്നാ പോയി പ്രശ്നത്തിലായി. റെഡ് വരുന്നതോടെ ടെൻഷൻ കിട്ടും. നമ്മള് ആർക്കും പോലെയാണ് മൂവിങ് തുടങ്ങി. റെഡ് ക്യാൻ ബ്രേക്ക് ചെയ്യണം. നിർബന്ധമായി കാണണല്ലോ ആ ഒരു കാട്ടിക്കൂട്ടൽ ഇപ്പോൾ കാണുന്നു. ആ ഒരു കാട്ടിക്കൂട്ടലാണ് നമ്മളിപ്പോ ലൈവായിട്ട് കാണുന്നു. ഒന്നുമില്ല. ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 5 മിനിറ്റ് കുറച്ചും കൂടെ ലോങ് ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ അല്ല, പക്ഷേ അങ്ങനെ നമുക്ക് ഒരു എൻട്രി വരുന്ന സമയത്ത് അത് SL വലിയ SL ആയി പോവാറുണ്ടോ? നോർമലി അങ്ങനെയാണ്.
ക്ലിയർ ആയില്ല. അവിടെ കുറച്ച് SL ലാഭം വെക്കണം, ആ 5% വെക്കണം. ആ എന്റെ വെച്ച അത്രയും നല്ലത്. അതിനനുസരിച്ച് profit കിട്ടും. SL മേടിക്കില്ല. ആ അതിനനുസരിച്ച് profit കിട്ടും. അതാ ചോദിക്കുന്നത്. അതാവുന്ന വെച്ചാൽ എന്തായാലും നമുക്ക് ഇപ്പൊ നല്ലൊരു എൻട്രി ഞാൻ ഒറ്റൊരു എൻട്രി മതിയല്ലോ ഒരു ദിവസം. Yes, 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 yes. ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പ്രൈസ് വെച്ചിട്ടല്ലേ അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ആ അല്ല, ഞാൻ ഫസ്റ്റ് ഡേ ഉണ്ടായില്ല സത്യം പറഞ്ഞ. ഈ ചാർട്ടിൽ ഈ എഴുതി കാണിക്കുന്ന സാധനം മീൻസ് ബിയറിഷ് ബുള്ളിഷ് അതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും സോറി കുറച്ചൊന്നും അല്ല, ഒരു 90% കിട്ടില്ല. ഞാൻ പിന്നെ അത്യാവശ്യം ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ആ പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു. പിന്നെ ഒരു മിനിറ്റ്. ആ ഓക്കെ ഓക്കെ. ആ ഹാ ഹാ ആ ആറ് മൂന്ന് ആ ഇവിടെ ഒരു ഹൈ വോളി എന്ന് പറഞ്ഞിട്ടൊരു ഇത് എക്സ്ക്ലമേഷൻ മാർക്കറ്റ് കാണിക്കും. അതെന്ത് സംഭവം? ആഹാ അത് ബിയറിഷിലേക്ക് പോകുമ്പോ ഇതേ സംഭവം കാണിക്കാറുണ്ടോ? ആഹാ ഹാ ആഹാ ആ അതിന്റെ തൊട്ട് മുന്നേ കണ്ടോ സ്ട്രോങ് ബൈ എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻഡിലിന്റെ ഇൻഡിക്കേഷൻ വന്നത്? അതല്ല സ്ട്രോങ് ബൈ. അതന്നെ അവിടെയാണോ എൻട്രി പോയിന്റ് കിട്ടിയത്? ഈ സ്ട്രോങ് ബൈ കാണുമ്പോഴാണ് ഈ കൺഫർമേഷൻ കൂടുക. അവിടെയാണോ നമ്മൾ എൻട്രി? ആ അത് റണ്ണിങ് ക്യാൻഡിൽ മാർക്കറ്റ് പ്രൈസ് തന്നെ എൻട്രി ചെയ്തോളൂ. ഓക്കെ ആ വിക്കിലാണോ SL അടിക്കുന്നത്? ചെറിയ പോയിന്റ് അല്ലേ? മറ്റേ സാധനം വിക്കല്ല, അത് ഇൻഡിക്കേറ്ററിൽ വന്ന കളർ ചേഞ്ച് ആണ് അല്ലേ? സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ സാറേ. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യുന്നേ. ഇപ്പൊ സാറ് ബൈ ചെയ്യുന്നതിന്റെ അവിടെ തന്നെ ഒരു കൺസോളിഡേഷൻ വന്നില്ലേ? അപ്പൊ ആ കൺസോളിഡേഷന്റെ താഴെയല്ലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ? അതെ, അതിന്റെ അതായത് ആ റെഡ് ക്യാൻഡിലിന്റെ താഴെയല്ലേ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ? അതെ
ഓക്കെ 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 സാർ കറക്റ്റ് കറക്റ്റ്. ഓക്കെ. ബോസ് ഇപ്പൊ എത്ര വർഷം കൊണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് ട്രേഡിങ്ങില്? ഓക്കെ ഓക്കെ. ഇതൊന്ന് 1 hourലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? അഞ്ചരക്ക്. പക്ഷെ അത് 5:30 തന്നെ ഇൻഡിക്കേറ്റ് ആയിട്ടുണ്ടാവുക. അത് ഷുവർ ഷോട്ട് എൻട്രി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതെ. ആ STI എൻഡർ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താണ്? STI എൻഡർ കാണിക്കും അല്ലേ? ഓക്കെ ഓക്കെ. അത് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്, അതുകൊണ്ട് വെച്ചു. അല്ല, പക്ഷെ ഇവിടെ ഒരു ഓർഡർ കളക്ട് ചെയ്യുന്ന മാതിരി ആയിട്ടല്ലേ ഫീൽ ആവുന്നത്. ഫോളോ ആവേണ്ട സമയം കഴിഞ്ഞു. അതാണ്, ഫോളോ ആവേണ്ട കഴിഞ്ഞു. അവിടെ നല്ലൊരു അക്യൂമുലേഷൻ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ആവുന്നത്. എന്താ വെച്ചാൽ വിക്ക് വരുന്നുണ്ടല്ലോ, ബയേഴ്സ് കയറ്റി കൊണ്ടുവരുന്നുണ്ടല്ലോ. അതെ അതെ അതെ. അത് അവരല്ലേ പോകും, ക്യാൻഡിൽ പോകില്ലല്ലോ. അല്ല, നമ്മളിപ്പോ ട്രേഡ് എടുക്കുന്നില്ലെങ്കിലും
നമ്മള് ചാർട്ട് നോക്കിയാൽ നമുക്കതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ഈ ഒരു സിസ്റ്റം ആളൊരു സ്ട്രാറ്റജി ആളൊരു എക്സ്പീരിയൻസ് ഒരു ക്ലൈന്റാണ് ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയുടെ കൂടെ നമ്മൾ ഈ സ്ട്രാറ്റജി ചെയ്തുകൊണ്ട് അത് അതായത് 20 വർഷം കൂടെ എക്സ്പീരിയൻസ് ഉള്ളൊരാളെ നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ സിസ്റ്റം എവിടെയാണ് കാണുന്നില്ലല്ലോ? ഇല്ല, ചാർട്ട് തന്നെ കാണുന്നേ. അല്ല, മൊബൈൽ സ്ക്രീൻ കാണുന്നുണ്ട്. കമ്പാരിസൺ അല്ലേ? കമ്പാരിസൺ അല്ലേ? വൺ മിനിറ്റ് ലെഫ്റ്റ് എക്സിറ്റ് പറഞ്ഞു കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഞാൻ ജസ്റ്റ് വെച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് കളിക്കുക കേട്ടോ. അതിന് താഴേക്ക് വരുന്നുണ്ട്, ധൈര്യമായിട്ട് ട്രേഡ് കൊടുക്കാം. സാറേ അതായത് ഇതുപോലെ ലൈവ് വേറെ എന്തെങ്കിലും ടൈം മോർണിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ? യൂട്യൂബിലോ അത് ആ ഗ്രൂപ്പിൽ പറയാൻ പറ്റിയ
അവരെ വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. അവരെ ഗ്രൂപ്പാക്കില്ല, അത് എല്ലാവരും നിർബന്ധിച്ച് ഞാൻ അതിനാവശ്യമില്ലല്ലോ, ഇങ്ങോട്ട് വേണം എല്ലാവരും സാറ് എനിക്ക് പറയാനുണ്ട്, ഗോൾഡിൽ മാത്രം നോക്കാനുള്ള കേട്ടോ ഇതിലെടുക്ക് സാർ ഇന്ന് മറ്റേ ഓക്കെ അങ്ങനെ നമ്മള് സാർ നോക്കാണ് സാറ് പറഞ്ഞു. ഇപ്പൊ നോയ്സ് മാറി കറക്റ്റായി. നിൽക്കുകയാണ് സംഭവം. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. അതെ അതെ അതെ. ഹൈ വരുന്നത് ഇവിടെയാണ് 530. അപ്പൊ TP3 കൂട്ടിയാൽ മതി. TP3 മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ TP1 ഇവിടെ ഉണ്ടാവും. ചിലത് അങ്ങനെ കയറും. TP1, TP2, TP3. പ്രൊസീജിയറിലാണ് പമ്പ് ചെയ്യൽ. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കാൻ പറ്റുന്ന ഇരിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. നമുക്ക് ടൈം കൊടുത്താൽ മതി. നമുക്ക് ട്രേഡ് എടുക്കണം എന്നൊരു ടൈം, അതല്ലാണ്ട് എടുത്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മളത് പോയി കഴിഞ്ഞാൽ അതിൽ അതിന്റെ പോലെ കഴിക്കണം. അങ്ങനെയാണ് എക്സിറ്റ് പോകുന്നത് തന്നെയാണ്. TP സെറ്റാക്കി വെച്ചിട്ട് പോകുന്ന പരിപാടിക്ക് നിൽക്കൽ വളരെ ചെയ്യൂല. മാർക്കറ്റ് എന്താ നടക്കുന്നത് പോലും നിങ്ങൾ മനസ്സിലാവില്ല. സെറ്റ് ചെയ്ത് പോകും.